പരിപാടി അവതരിപ്പിക്കുന്നതിൽ സംസാരിക്കാനൊരു അവസരം തന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ പരിപാടി ഇന്നിവിടെ സാക്ഷാത്കരിച്ചതിന് പിന്നിൽ ഒരുപാട് പേരുടെ നിരന്തര ശ്രമമുണ്ട്. അത് നേരിട്ട് അറിയുന്നൊരു വ്യക്തിയാണ് ഞാൻ. അവരോട് നന്ദി പറയാൻ, ഇന്ന് പ്രോഗ്രാം യാഥാർത്ഥ്യമാക്കുന്നതിൽ ഒരുപാട് ദിവസം ഉറക്കമൊഴിഞ്ഞ് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഇന്ന് ഇത്ര സക്സസ്ഫുള്ളായി നടത്താൻ പറ്റിയത്. അവരോടും കൂടിയുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. ഞാൻ എന്തുകൊണ്ട് ഈ വിഷയം തിരഞ്ഞെടുത്തു? ഒരുപക്ഷെ ആലോചിച്ചാൽ പറഞ്ഞ് പഴകിയ ഒരു വിഷയമെന്ന് ചിലർക്കെങ്കിലും തോന്നാവുന്ന ഒരു കാര്യം. വീണ്ടും ഞാനിത് എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്നുള്ളതൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. മൗലികവാദികളും കപട ചികിത്സകരും ഏറ്റവും അധികം ലക്ഷ്യം വെക്കുന്ന ഒന്നാണ് പ്രതിരോധ ചികിത്സ. പ്രതിരോധ കുത്തിവയ്പ്പുകൾ എന്നാൽ ശാസ്ത്രം കഴിഞ്ഞ നൂറ്റാണ്ടിൽ നടത്തിയ ഏറ്റവും ശ്രദ്ധേയമായ കാൽവെപ്പുകളിലൊന്നായിരുന്നു. ആരോഗ്യരംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാൽവെപ്പായിരുന്നു പ്രതിരോധ ചികിത്സ. പക്ഷേ അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരുപാട് അപവാദങ്ങളും ഒരുപാട് കള്ളക്കഥകളും മെനഞ്ഞെടുക്കുകയും അതിൻ്റെ ഫലം നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ കുട്ടികൾ, നമ്മുടെ വരും തലമുറകൾ ഉൾപ്പെടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ ഈ വിഷയം തിരഞ്ഞെടുത്തത്. പലപ്പോഴും ഡോക്ടർമാരെന്നാൽ രോഗികളുടെ അടുത്ത് വളരെ സൗമ്യമായി ഒരു കസേരയിലിരുന്ന് വളരെ പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യങ്ങളിൽ ഞാൻ നോക്കുമ്പോൾ ഒരുപാട് ഡോക്ടർമാർ, ഇപ്പോൾ നമ്മുടെ ഇവിടെ പിന്നെ അടുത്ത പ്രഭാഷണമുള്ളത് ഡോക്ടർ അഗസ്റ്റസ് മോറിസ്, ഡോക്ടർ ജിനേഷ്, ഡോക്ടർ ഷിംനാസിസ്, ഒരുപാട് ഡോക്ടർമാർ വന്നിട്ട് അവരുടെ നിലപാടുകൾ ഉറക്കെ വിളിച്ചു പറയുന്നൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ പാതയിലേക്ക് വന്ന് നമ്മുടെ നിലപാടുകൾ സ്വകാര്യമായി പതിഞ്ഞ ശബ്ദത്തിൽ പറയേണ്ടതല്ല. നമ്മുടെ നിലപാടുകൾ എവിടെയാണെങ്കിലും നട്ടെല്ല് നിവർത്തി ഉറക്കെ വിളിച്ചു പറയേണ്ടതാണ് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നിങ്ങളെപ്പോലെ തന്നെ അടുത്ത പ്രസൻറ്റേഷൻ രബസിന് ഞാനും കാത്തിരിക്കുകയാണ്. എനിക്ക് അഗസ്റ്റസ് മോറിസ് എനിക്ക് വളരെ കാലമായി അറിയുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻസ് വളരെ ആകർഷകമാണെന്ന് എനിക്കറിയാം. പലപ്പോഴും ഞാൻ അഗസ്റ്റസ് മോറിസിൻ്റെ പ്രസൻറ്റേഷന് മുമ്പ് എൻ്റെ പ്രസൻറ്റേഷൻ ഇട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ചിലപ്പോഴൊക്കെ ഞാൻ ചെറുപ്പത്തിലൊക്കെ നമ്മൾ സിനിമയ്ക്ക് പോകുമ്പോൾ ഒരു ചരിത്രമാണ്. സിനിമയ്ക്ക് പോകുമ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോഴല്ല, പണ്ടൊക്കെ കുട്ടിക്കാലത്ത് സിനിമയ്ക്ക് പോകുമ്പം സിനിമ കാണാൻ നമ്മളിങ്ങനെ വളരെ ആകാംക്ഷയോടെ തിയേറ്ററിലിരിക്കുമ്പോൾ തൊട്ട് മുമ്പ് ഒരു സാധനം വരും, ന്യൂസ് റീൽ. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞ് കിട്ടി സിനിമ തുടങ്ങിയാൽ മതിയായിരുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പ്രസൻറ്റേഷൻ ആകുമ്പോഴും പലരെയും മനസ്സിലുണ്ടാകുക, ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് രഭസ് എന്താണ് ഒന്ന് ആസ്വദിക്കണം എന്നുള്ളതായിരിക്കാം നിങ്ങളുടെ മനസ്സിൽ. അതുകൊണ്ട് ഞാൻ വളരെ ഒരു അരമണിക്കൂറുള്ള ചെറിയൊരു പ്രസൻറ്റേഷനാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. നമ്മൾ രോഗം വരാതെ നമ്മളെ സൂക്ഷിക്കുന്നത് എന്താണ്? ഞാൻ എൻ്റെ പ്രസൻറ്റേഷൻ കൂടുതൽ ശാസ്ത്രീയമായി പറഞ്ഞ് വളരെ കോംപ്ലക്സ് ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വളരെ സിമ്പിളായി നമ്മുടെ സ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്ന് പൊടി തട്ടിയെടുത്ത് പ്രസൻറ്റ് ചെയ്യുക, അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എല്ലാ ജീവജാലങ്ങൾക്കും, അത് ഏകകോശ ജീവിയായ അമീബ മുതൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള നമ്മൾ വരെയുള്ള എല്ലാ ജീവികൾക്കും രോഗപ്രതിരോധ ശക്തിയുണ്ട്. അത് രണ്ട് തരത്തിലുണ്ട്. പ്രധാനപ്പെട്ട ഒന്ന് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കോംപ്ലിക്കേറ്റ് ആവും ഇല്ലാന്ന് തോന്നുന്നു. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി വെച്ചാൽ എല്ലാ ജീവികൾക്കും ജന്മനാ തന്നെ ഉള്ള ഒരു രോഗപ്രതിരോധം. അത് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. നമ്മുടെ ഉമിനീരിലുണ്ട്, നമ്മുടെ വിയർപ്പിലുണ്ട്, നമ്മുടെ ഓരോ അവയവങ്ങളിലും രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ളൊരു ശേഷിയുണ്ട്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂണിറ്റിക്ക് ചില പ്രത്യേകതകളുണ്ട്. അത് സ്പെസിഫിക് അല്ല. എന്ത് രോഗാണുവിനെതിരെയും ഈ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിക്ക് ഒരു റോളുണ്ട്. രണ്ടാമത്തത് ഫാസ്റ്റ് ആക്ടിംഗ് ആണ്. രോഗം വന്നു ഉടനെ തന്നെ പ്രതിരോധം. മൂന്നാമതായിട്ട് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിക്ക് മെമ്മറി ഇല്ല. ഇമ്മ്യൂണോളജിക്കൽ മെമ്മറി എന്ന് പറയും. ഒരു രോഗാണു ഒരിക്കൽ വന്ന് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇത് ഓർത്ത് വെക്കാനുള്ള കഴിവ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിക്കില്ല. പണ്ട് വന്ന ആളായിരുന്നു, പണ്ട് വന്ന കള്ളനാണിത്, വീണ്ടും വേഷം മാറി വന്നതാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിക്കില്ല. പക്ഷേ ഈ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എല്ലാ ജീവജാലങ്ങളുണ്ട്. പക്ഷേ പരിണാമത്തിൻ്റെ ഒരു അവസ്ഥയിൽ നമ്മൾ കുറച്ചും കൂടി മുതിർന്നു വന്നപ്പോൾ നമ്മൾ നട്ടലിലുള്ള ജീവികളിൽ വന്ന് വേറൊരു അത് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി അവർ പറഞ്ഞു, അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിയാണ് നമ്മൾ കുത്തിവയ്പ്പിനൊക്കെ ഉപയോഗിക്കുന്ന അടിസ്ഥാന തത്വം. അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിക്ക് ചില പ്രത്യേകതകളുണ്ട്. അത് നമ്മുടെ വളരെ ചെറിയ ജീവജാലങ്ങളിൽ, അതായത് ഞാൻ ഉദ്ദേശിച്ചത് പരിണാമത്തിൻ്റെ ആദ്യഘട്ടങ്ങളിലുള്ള തരത്തിലുള്ള അമീബ തുടങ്ങിയുള്ള വളരെ ചെറിയ ജീവികളിൽ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഇല്ല. പക്ഷേ ഉയർന്ന ജീവികൾ, പ്രത്യേകിച്ച് നട്ടലിലുള്ള ജീവികളിൽ, ജോഡ് വെർട്ടിബ്രേറ്റ്സ് എന്ന് പറയും, അവരിലാണ് ഈ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി ഉള്ളത്. അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിയുടെ പ്രത്യേകതകൾ, ഒന്ന്, ഒരു രോഗാണുവിനെതിരെ ആയിരിക്കും, ഒരു ഇമ്മ്യൂണിറ്റി ഒരു രോഗാണുവിനെതിരെ ആയിരിക്കും. രണ്ടാമത്, അത് പ്രവർത്തിക്കാൻ കുറച്ച് സമയമെടുക്കും. രോഗാണു ശരീരത്തിൻ്റെ ഉള്ളിൽ കയറിയാലും കുറച്ച് സമയത്തിന് ശേഷം മാത്രമേ
ഈ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി പ്രവർത്തിച്ചു തുടങ്ങും. മൂന്നാമത്തെ ഒരു കാര്യം, അതിന് മെമ്മറി ഉണ്ട്, ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയുന്നില്ലേ ഇവിടെ സിനിമയിൽ. അതേപോലെ ഈ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരിക്കൽ രോഗാണു കയറിയാൽ കുറച്ച് കാലം കഴിഞ്ഞ് ആ രോഗാണു വീണ്ടും പ്രവേശിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഈ പ്രതിരോധ സിസ്റ്റത്തിന് ഓർമ്മയുണ്ടാവും, ഈ രോഗാണു പണ്ട് വന്നതാണ്, ഇത് പ്രശ്നം ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് രണ്ടാമത്തെ റെസ്പോൺസ് വളരെ ഫാസ്റ്റ് ആയിരിക്കും. നമ്മൾ വെളുത്ത രക്താണുക്കൾ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള സാധനങ്ങളാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ന്യൂട്രോഫിൽസ്, ലിംഫോസൈറ്റ്സ് തുടങ്ങിയൊക്കെ. ന്യൂട്രോഫിൽസ് എന്ന സാധനങ്ങളൊന്നുമില്ല. വെളുത്ത രക്താണുക്കളിൽ ഒരു രോഗാണു ശരീരത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചാൽ ഇതിനെ കടന്നു പിടിച്ച് കീഴടക്കി, സിമ്പിളായി പറഞ്ഞാൽ അതിനെ വിഴുങ്ങും, അത്രയേ ഉള്ളൂ. പക്ഷേ ലിംഫോസൈറ്റ്സ് വേറെ തരമുണ്ട്. അത് ടി ലിംഫോസൈറ്റ്സ്, ബി ലിംഫോസൈറ്റ്സ് ഒക്കെ ഉണ്ട്. അതിൻ്റെ ഇതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബി ലിംഫോസൈറ്റ്സ് ആണ്. ബി ലിംഫോസൈറ്റ്സിൽ ഒരു തരമുണ്ട് മെമ്മറി ബി സെൽസ്. മെമ്മറി ബി സെൽസിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഒരു രോഗാണു ഒരിക്കൽ നമ്മളെ ശരീരത്തിൽ പ്രവേശിച്ച് ശരീരം അത് മനസ്സിലാക്കിയാൽ ഇതേ രോഗാണു വീണ്ടും ഒരിക്കൽ കൂടി പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അതിനെതിരെ ശക്തിയായിട്ടുള്ളൊരു പ്രതിരോധം ഉണ്ടാക്കും. ഈ തത്വമാണ് നമ്മൾ പ്രതിരോധ കുത്തിവയ്പ്പുകളിൽ ഉപയോഗിക്കുന്നത്. ഈ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഈ വളരെ വളരെ പണ്ടുള്ള ചരിത്രം എന്ന് പറയാൻ പറ്റില്ല, ഐതിഹ്യം എന്ന് പറയാൻ വളരെ 430 BC പോലും തുസൈഡസ് എന്നുള്ള ഒരു ഹിസ്റ്റോറിയൻ എന്ന് വേണമെങ്കിൽ പറയാം, അന്ന് പോലും ഏതൻസിൽ നിന്നുണ്ടായ പ്ലേഗിൽ ഒരിക്കൽ പ്ലേഗ് വന്ന് മാറിയവർക്ക് വീണ്ടും രോഗം വരാനുള്ള സാധ്യത വളരെ കുറവായി നിരീക്ഷിച്ചതായിട്ട് 430 BC പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്രയും വളരെ മുമ്പ് പോലും ഈ പ്രതിരോധത്തിൻ്റെ ചരിത്രം ആരംഭിക്കുകയാണ്. പിന്നെ നമ്മൾ ചരിത്രത്തിലേക്ക് പിന്നോട്ട് തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ, ഈ ബുദ്ധഭിക്ഷുക്കൾ വളരെ കാലം മുമ്പുള്ള അവർ പാമ്പിൻ്റെ വിഷം ചെറിയ അളവിൽ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ചെറുതായി കുറേശ്ശെ കഴിച്ചുകൊണ്ടിരുന്നാൽ ഇതിനെതിരെയുള്ള പ്രതിരോധം കിട്ടും എന്നൊക്കെ പറഞ്ഞതായിട്ടുള്ള രേഖകൾ കാണുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മൾ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളല്ല, ഇതൊക്കെ ചില പഴയ കാണപ്പെട്ട ചില രേഖകൾ മാത്രമാണ്. എന്താണ് ഈ ചരിത്രം പറയുന്നത്? ചരിത്രം ശാസ്ത്രത്തിൻ്റെ കണ്ണാടിയാണ്. കാരണം നമ്മൾ പഠിക്കുന്ന കാലത്ത് ഹ്യൂമാനിറ്റീസും സയൻസും രണ്ട് വഴിക്ക് പോകുന്ന കാര്യങ്ങളാണ്. പക്ഷേ ചരിത്രം പഠിക്കാതെ നമുക്കൊരിക്കലും ശാസ്ത്രത്തെ മനസ്സിലാക്കാൻ പറ്റില്ല. ശാസ്ത്രം ഓരോ കാലത്തും നടത്തിയ ഓരോ കാര്യങ്ങളും അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ട് പ്രതിരോധ കുത്തിവയ്പ്പ് ഉള്ള രോഗം ഏതാണ്? നമ്മൾ ഡോക്യുമെൻറ്റഡ് ആയിട്ടുള്ളത് നമ്മളെല്ലാം സ്കൂളിൽ പഠിച്ചാണ് എഡ്വേർഡ് ജെന്നർ. എഡ്വേർഡ് ജെന്നറിൻ്റെ കഥ നിങ്ങൾക്ക് എല്ലാവരും അറിയുന്നതാണ്. എഡ്വേർഡ് ജെന്നർ വസൂരിക്കെതിരെയുള്ള കുത്തിവയ്പ്പാണ് കണ്ടുപിടിച്ചത്. എങ്ങനെ? ഇദ്ദേഹത്തിൻ്റെ ഒരു ഒബ്സർവേഷനാണ്. ഇത് 1796 എഡ്വേർഡ് ജെന്നർ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ, താരതമ്യേന ലഘുവായ ഒരു രോഗം കൗപോക്സ്, അതായത് പശുക്കളെ ബാധിക്കുന്ന കൗപോക്സ് എന്നൊരു രോഗമുണ്ട്. നമ്മൾ സ്മോൾ പോക്സ് എന്നുള്ളത് വസൂരി നമ്മളാരും ഇപ്പോൾ കണ്ടിട്ടില്ല. നമ്മുടെ ഇന്ത്യയിൽ നിന്നും അല്ല, ലോകത്തു നിന്ന് തന്നെ നമ്മൾ തുടച്ചു മാറ്റിയൊരു രോഗമാണ്. അതൊരു ഭീകരമായ രോഗം എന്ന് വെച്ചാൽ 35% മരണ കാരണമായേക്കുന്നത്. രോഗം ബാധിക്കുന്നവരിൽ 35%, 35% മരണസംഖ്യ വരാൻ സാധ്യതയുള്ളൊരു രോഗമാണ് വസൂരി. ആ വസൂരിക്ക് അന്ന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല, ഇന്നും മരുന്നില്ല. പക്ഷേ ഇന്ന് വസൂരി എന്നൊരു രോഗം ഇവിടെ ഇല്ല. വസൂരി നമ്മൾ ലോകത്തുനിന്ന് മുഴുവനായിട്ടും തുടച്ചു മാറ്റിക്കഴിഞ്ഞു. അപ്പം അദ്ദേഹം നടത്തിയ ഒരു ഒബ്സർവേഷൻ, ഒരു നിരീക്ഷണം എന്ന് വേണമെങ്കിൽ പറയാം. നിരീക്ഷണം എന്താണെന്ന് വെച്ചാൽ, ഈ കൗപോക്സ്, അതായത് താരതമ്യേന വളരെ ലഘുവായ ഒരു രോഗം, പശുക്കളെ ബാധിക്കുന്ന ഒരു പോക്സ്, പശുക്കളെ ബാധിക്കുന്ന ഈ സ്മോൾ പോക്സ്, വസൂരിയോട് സാമ്യമായിട്ടുള്ള രോഗം ബാധിക്കുന്ന വ്യക്തികൾക്ക്, കൗപോക്സ് ബാധിക്കുന്നവർക്ക് വസൂരി സ്മോൾ പോക്സിൽ നിന്നും ബാധിക്കുന്നില്ല എന്നൊരു ഒബ്സർവേഷൻ അദ്ദേഹം നടത്തി. അപ്പം അതിൻ്റെ പരീക്ഷണ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഒരു പാൽക്കാരി, കൗപോക്സ് ബാധിച്ച ഒരു പാൽക്കാരി സാറ നെൽംസ്, ഈ പാൽക്കാരിയിൽ നിന്നും ചലം വേർതിരിച്ചെടുക്കുകയും അത് 8 വയസ്സുകാരനായ ജെയിംസ് ഫിപ്സ് എന്ന കുട്ടിയിൽ ഈ ചലം കുത്തിവെക്കുകയും ചെയ്തു. ഇതിന് ശേഷം അദ്ദേഹം നടത്തിയത്, ഈ കുട്ടിയിൽ സ്മോൾ പോക്സ് അഥവാ വസൂരി പടർത്താനുള്ള ശ്രമിച്ചെങ്കിലും ഈ കുട്ടി വസൂരി ബാധിക്കുന്നതായിട്ട് കണ്ടില്ല. ഇത് ഇദ്ദേഹം ശാസ്ത്രലോകത്തിന് മുന്നിൽ പറഞ്ഞെങ്കിലും ആദ്യം ഇതാരും ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. കാരണം നമ്മൾ ആലോചിക്കണം, ഇത് പറയുന്ന കാലത്ത് രോഗാണുക്കളെ പോലും കണ്ടുപിടിച്ചിട്ടില്ലാത്തൊരു കാലമാണ്.
അതും കഴിഞ്ഞ് പിന്നെ ഏകദേശം 100 വർഷം കഴിയുമ്പോഴാണ് ഈ രോഗാണുക്കൾ, ബാക്ടീരിയ, വൈറസ് തുടങ്ങിയ രോഗാണുക്കൾ ഉണ്ട് എന്ന് പറയുന്നത്. അന്ന് എന്തുകൊണ്ടാണ് രോഗം വരുന്നത് എന്നുള്ളത് പോലും കൃത്യമായിട്ട് അറിയില്ല. മയാസ്മ തിയറി എന്നൊക്കെ പറയും. അതായത് അന്ന് വിചാരിച്ചിരുന്നത് നമ്മൾ കേടുവന്ന വായു, എന്തെങ്കിലും ദുർഗന്ധമൊക്കെ ശ്വസിച്ചിട്ടാണ് രോഗം വരുന്നത് എന്നുള്ള തെറ്റിദ്ധാരണകളിലായിരുന്നു അന്ന് ലോകം അഭിരമിച്ചിരുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ തിയറിക്ക് യാതൊരു പ്രാധാന്യം കൊടുത്തിട്ടില്ല. പക്ഷേ ഇദ്ദേഹം തുടർന്നോടുകൂടി ശാസ്ത്രലോകത്തിന് ഇത് അംഗീകരിക്കേണ്ടി വന്നു. നമ്മൾ രോഗാണുക്കളെ പറ്റി പറയുമ്പോൾ 1860, ഇത് 1794, 1860-64 കാലഘട്ടത്തിലാണ് നമ്മൾ രോഗാണുക്കൾ എന്താണെന്ന് അറിയുന്നത്. അതിശയകരമായ കാര്യം എന്ന് വെച്ചാൽ ഇന്നും നേരത്തെ രവീന്ദ്രൻ സാർ പറഞ്ഞ പോലെ തന്നെ കുറേ തിയറികൾ പോലെ ആൾക്കാരുണ്ട്. ഈ രോഗാണുക്കളില്ല എന്ന് പറയുന്ന കപട ചികിത്സകരും വൈദ്യന്മാരെന്ന് സ്വയം അവകാശപ്പെടുന്നു, ഡോക്ടർമാരെന്ന് സ്വയം അവകാശപ്പെടുന്ന കുറേ ആൾക്കാർ ഇന്നും പറയുന്നുണ്ട് രോഗാണുക്കളില്ല. ഇതൊക്കെ ഈ ഡോക്ടർമാർ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ്. രോഗാണുവില്ല, ബാക്ടീരിയ ഇല്ല, വൈറസ് എന്നുള്ള എല്ലാ വാദങ്ങളായിട്ട് വരുന്ന ആൾക്കാർ ഇന്നുണ്ട്. നമ്മൾ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഒരു രോഗത്തിന് കാരണക്കാരൻ ഒരു രോഗാണു ആണ് എന്ന് പറയണമെങ്കിൽ 4 കാര്യങ്ങൾ അതിൽ നിർബന്ധമായിട്ടും അതിൽ ഉണ്ടായിരിക്കണം. 1, ഈ രോഗമുള്ള വ്യക്തിയിൽ നിന്നും വേർതിരിച്ചെടുക്കാൻ കഴിയണം. 2, ഈ വേർതിരിച്ചെടുക്കുന്ന രോഗാണുവിനെ നമുക്ക് ഒരു കൾച്ചർ, ഒരു മീഡിയത്തിൽ അല്ലെങ്കിൽ ഒരു ഇതിൽ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയണം. 3, ഈ വളർത്തിയെടുക്കുന്ന രോഗാണുവിനെ രണ്ടാമതൊരു വ്യക്തിയിൽ പ്രവേശിപ്പിച്ചാൽ അയാൾക്ക് ആദ്യത്തെ ആൾക്ക് ബാധിച്ചതുപോലെയുള്ള രോഗമുണ്ടാകണം. 4, ഈ രണ്ടാമത്തെ ആളിൽ നിന്നും ഈ രോഗാണുവിനെ വേർതിരിച്ചെടുക്കാൻ സാധിക്കണം. ഇത് ഒന്നാമത്തെ വ്യക്തിയിൽ നിന്നും വേർതിരിച്ചെടുത്ത രോഗാണുവിനോട് അതേ രോഗാണു തന്നെ ആയിരിക്കണം. കൺഫ്യൂസിങ് ആണല്ലേ? ഈ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ചെയ്താൽ മാത്രമേ നമ്മൾ ഒരു രോഗാണുവാണ് രോഗം ഉണ്ടാക്കുന്നത് പറയാൻ പറ്റും. അത്ര ക്ലിയർ കട്ടായിട്ടാണ് നമ്മൾ പറയുന്നത്, നമ്മൾ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പോഴാണ് പലരും ഇവിടെ രോഗാണു സിദ്ധാന്തം തന്നെ തെറ്റാണ്, സിദ്ധാന്തം അതൊരു കോൺസ്പിരസി തിയറിയാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊരു കോൺസ്പിരസിയാണ്, അതൊന്നും വാസ്തവമല്ല, ഇതൊന്നും ഇല്ല, ഇതൊക്കെ ഇവർ പടച്ചുണ്ടാക്കുന്നതാണ് തുടങ്ങിയ കപടവാദങ്ങളായി മുന്നോട്ട് വരുന്നത്. സ്മോൾ പോക്സ്, ഇത് സ്മോൾ പോക്സിൻ്റെ കുത്തിവയ്പ്പാണ് കാണിക്കുന്നത്. സ്മോൾ പോക്സ് ഇതുപോലെ തന്നെ നമുക്ക് പറയുമ്പോൾ നമുക്കൊരു ഇത്തിരി ഇതായി തോന്നും. ഒരാളെ ചലവെടുക്കുക, വേറെ ശരീരത്തിൽ കുത്തിവെക്കുക, അതത്ര ഒരു വൃത്തിയുള്ള പ്രൊസീജിയറായിട്ട് ആരെയും മനസ്സിൽ തോന്നില്ല. അപ്പോൾ അതിനോട് അനുബന്ധമായിട്ട് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാളെ ശരീരത്തിൽ നിന്ന് സ്രവം എടുത്ത് വേറൊരാളെ ശരീരത്തിൽ കുത്തിവെക്കുമ്പോൾ ന്യായമായിട്ടും ആദ്യത്തെ വ്യക്തിയിൽ ഉണ്ടായിരുന്ന രോഗങ്ങൾ രണ്ടാമത്തെ വ്യക്തിയിലേക്ക് പടരാനുള്ളൊരു സാധ്യതയുണ്ട്. അതൊരു വലിയ പ്രശ്നമായിരുന്നു കുത്തിവയ്പ്പ് തുടങ്ങിയ കാലത്ത്. അന്നാണ് കോപ്മാൻ ആൻഡ് കോളിനർ എന്ന് പറഞ്ഞ 2 ശാസ്ത്രജ്ഞരുണ്ട്. അവർ കോപ്മാൻ കോളിനർ ചെയ്തതെന്ന് വെച്ചാൽ ഇത് നമ്മൾ കുത്തിവയ്പ്പിൽ ഈ സ്മോൾ പോക്സ് കുത്തിവയ്പ്പിനകത്ത് ഫീനോൾ എന്നുള്ള മരുന്ന് ചേർക്കുന്നു. അപ്പോൾ ഫീനോൾ ചേർത്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ബാക്ടീരിയയും മറ്റണുക്കളും നശിക്കുകയും, ഇത് കൗപോക്സിൻ്റെ ചിത്രമാണ്, ബാക്ടീരിയയും മറ്റണുക്കൾ നശിക്കുകയും ഈ മരുന്ന് വേറൊരാളിൽ കുത്തിവെച്ചാൽ ആദ്യത്തെ വ്യക്തിയിലുണ്ടായിരുന്ന മറ്റ് രോഗങ്ങളൊന്നും പടരാതിരിക്കുകയും ചെയ്തു. ഈ ഫിനോളിൻ്റെ വിവാദം വേറെ ഉണ്ട്, അത് ഞാൻ അതിലേക്ക് പിന്നെ വരാം. ഈ വാക്സിനേഷൻ, ആൻറ്റി വാക്സിനേഷൻ അല്ലെങ്കിൽ വാക്സിനേഷൻ എതിരെയുള്ള പ്രവർത്തനങ്ങൾ എന്ന് തുടങ്ങിയെന്ന് ചോദിച്ചാൽ ചരിത്രം പറയുന്നത് എന്ന് വാക്സിനേഷൻ തുടങ്ങിയോ അന്ന് വാക്സിനേഷൻ 1796 വാക്സിനേഷൻ തുടങ്ങിയെങ്കിൽ 1800 ആൻറ്റി വാക്സിനേഷൻ പ്രോഗ്രാംസും സ്റ്റാർട്ട് ചെയ്തു. അവർ പറഞ്ഞ ഇതേ ന്യായങ്ങളാണ്. 1, കുട്ടികളുടെ അവകാശമില്ലേ, കുട്ടികൾക്ക് സ്വന്തം ശരീരത്തിൽ മുറിവേൽപ്പിക്കാതിരിക്കാനുള്ള അവകാശമില്ലേ, പിന്നെ വാക്സിൻ എടുക്കണോ വേണ്ടയോ എന്നുള്ളത് സ്വന്തം വ്യക്തിയുടെ അവകാശമാണ്, അതിലെങ്ങനെ സ്റ്റേറ്റ് കൈകടത്തും. ഇതുകൊണ്ടൊന്നും ഫലപ്രദമല്ലാതെ വന്നപ്പോൾ 3ാമത് കൂട്ടുപിടിച്ചു. എന്തിനെ കൂട്ടുപിടിക്കുക, ഇതൊന്നും കിട്ടാതെ വരുമ്പോൾ പിന്നെ കൂട്ടുപിടിക്കുന്ന ഒരു സാധനമുണ്ട്, മതം. അന്ന് ക്രിസ്ത്യാനിറ്റിയാണ്, ഇത് ഇംഗ്ലണ്ടിലാണ്, യൂറോപ്പിലെ ക്രിസ്ത്യാനിറ്റിയാണ്. അപ്പോൾ പറഞ്ഞത് ക്രിസ്ത്യൻ വിശ്വാസം അനുസരിച്ച് ഒരു മൃഗത്തിൽ നിന്നും എടുക്കുന്ന വസ്തു മനുഷ്യനിൽ ഉപയോഗിക്കാൻ പാടില്ല. അതാണ് അവർ പറഞ്ഞ ന്യായം. അങ്ങനെ നമ്മൾ ഇന്ന് നടക്കുന്ന പോലെ തന്നെ ആൻറ്റി വാക്സിനേഷൻ ക്യാമ്പയിൻ വ്യാപകമായിട്ട് അവിടെ നടന്നു. പക്ഷേ എന്താ സംഭവിച്ചത്, അവിടെ വാക്സിൻ വിരുദ്ധ നിയമം പാസ്സായി അന്ന്. അതായത് എല്ലാവരും വാക്സിൻ എടുത്ത് തന്നെ മതിയാവും. ഏകദേശം 160 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് അവിടെ നിയമം വന്നു, വാക്സിനേഷൻ നിർബന്ധമാണെന്ന്. അത് കഴിഞ്ഞ് 160 വർഷം കഴിഞ്ഞെങ്കിലും ഇന്നും നമുക്ക്
നേരം വെളുത്തിട്ടില്ല. 160 വർഷം മുമ്പ് യൂറോപ്പിൽ പാസ്സായ ഒരു നിയമം ഇന്നും നമ്മൾ അതേ ന്യായമാണ്. ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കട്ടെ, ഇഷ്ടമില്ലെങ്കിൽ എടുക്കണ്ട. അതാണ് നമ്മൾ ഇന്നും മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട്. ഞാൻ 2 ഭാഗമായിട്ടാണ് ഈ പ്രസൻറ്റേഷൻ. ഞാൻ സയൻറ്റിഫിക് ഭാഗങ്ങളും പിന്നെ രണ്ടാമതായിട്ട് ഇതിനെതിരെ ഉയർന്നു വന്ന വാദങ്ങളുമാണ് ഞാൻ പറയുന്നത്. ഇത് പിന്നെ സ്മോൾ പോക്സ് ഉള്ളൊരു കുട്ടിയുടെ മുഖമാണ്. ഈ സ്മോൾ പോക്സ് നമുക്ക് ഇന്ത്യയിൽ എവിടെയും കാണാൻ പറ്റില്ല. കാരണം നമ്മൾ ഇന്ത്യയിൽ നിന്നല്ല, ലോകത്തു നിന്ന് എല്ലാ ഭാഗത്തു നിന്നും നമ്മൾ ഇറാഡിക്കുക. 1975 ഇന്ത്യയിലെ അവസാനത്തെ കേസ് റിപ്പോർട്ട് ചെയ്തു. 1977 സൊമാലിയിൽ നിന്നും ലോകത്തിലെ അവസാന കേസ് റിപ്പോർട്ട് ചെയ്തു. അതായത് ഒരു ചികിത്സയും കണ്ടുപിടിക്കാത്ത ഒരു രോഗം, ചികിത്സ ഇല്ലാത്തൊരു രോഗം എന്ന് പറയാം. ബാധിക്കുന്ന 35% ആൾക്കാരും, കാരണം രോഗം ബാധിച്ച 1/3 ആൾക്കാരും മരിക്കുന്നത്. കാരണം അന്ന് സ്മോൾ പോക്സ്, അതായത് ഈ വസൂരി പടർന്നു പിടിക്കുന്ന സമയത്ത് ഗ്രാമങ്ങൾ ഒന്നാകെ തൂത്തെറിയപ്പെട്ടിരിക്കുകയായിരുന്നു. നമ്മൾ പഴയ നോവലുകൾ പിന്നെ എസ്.കെ. പൊറ്റക്കാടിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ, പഴയ ചില ബുക്കുകളൊക്കെ വായിച്ചറിയാം. അവിടെ അന്നത്തെ ചരിത്രമൊക്കെ പരിശോധിച്ചറിയാം. പലപ്പോഴും ഒരു സമൂഹം ഒന്നാകെ തൂത്തെറിയപ്പെടുകയാണ് ചെയ്തത്. ആ രോഗത്തെ നമുക്കൊന്ന് കെട്ടുകെട്ടിക്കാൻ പറ്റിയത് മരുന്നോ ചികിത്സയോ കൊണ്ടല്ല, പ്രതിരോധ കുത്തിവയ്പ്പ് കൊണ്ട് മാത്രമാണ്. പിന്നെ നമ്മളിപ്പോൾ കൊടുക്കുന്ന പ്രധാന ഒരു കുത്തിവയ്പ്പ് BCG എന്നുള്ള കുത്തിവയ്പ്പ് പലരും കേട്ടിട്ടുണ്ടാവും. ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ കൊടുക്കുന്നൊരു കുത്തിവയ്പ്പാണ്. BCG കുത്തിവയ്പ്പ് കണ്ടുപിടിച്ചത് ആൽബർട്ട് കാൽമെറ്റ് ആൻഡ് കാമിലെ ഗ്വാറി. ഇവർ 13 വർഷം നീണ്ടു നിന്ന പരീക്ഷണങ്ങൾക്കൊടുവിലാണ് ഈ കുത്തിവയ്പ്പ് കണ്ടുപിടിച്ചത്. എന്തിനുള്ള കുത്തിവയ്പ്പാണിത്? ഇത് TBക്കെതിരല്ല. TB ഇന്നും ഒരു മാരക രോഗം തന്നെയാണ്. അപ്പോൾ പലർക്കുള്ള സംശയം, നമ്മൾ ഇത്രയും കുട്ടികൾക്കെല്ലാം BCG കുത്തിവയ്പ്പ് കൊടുത്തിട്ടും ഈ TB ഇവിടെ ഉണ്ടല്ലോ എന്നുള്ളതാണ്. പക്ഷേ TBയുടെ സാധ്യത കുറയ്ക്കും എന്ന് മാത്രമല്ല, കൂടുതൽ ഗൗരവമുള്ള TB, അതായത് തലച്ചോറിനെ ബാധിക്കുന്ന TB, അതായത് ക്ഷയരോഗം വളരെയധികം സ്പ്രെഡ് ചെയ്യുന്ന മിലിയറി TB എന്നുള്ള രോഗങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് BCG കുറയ്ക്കുന്നതായി കണ്ടിട്ടുണ്ട്. ഈ BCG കുത്തിവയ്പ്പ് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കുത്തിവയ്പ്പാണ്. കാരണം ഈ കുത്തിവയ്പ്പ് ഫലപ്രദമാകണമെങ്കിൽ ഇത് കുത്തിവെച്ച സ്ഥലത്ത് ചെറിയൊരു തടിപ്പും പഴുപ്പും വന്ന് അത് ഉണങ്ങി ചെറിയൊരു അടയാളം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും പറയും കുത്തിവെച്ച സ്ഥലം പഴുത്തു. ഇതാണ് BCG കുത്തിവയ്പ്പ് വെക്കുന്ന ഒരു കുട്ടിയുടെ കയ്യിൽ ഒരാഴ്ചയോളം കഴിയുമ്പോൾ കാണുന്നതാണിത്. ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് പൊട്ടി ഉണങ്ങി അവിടെ ചെറിയൊരു അടയാളം ഉണ്ടാവും. BCG സ്കാർ എന്ന് പറയും. ഇത് തികച്ചും നോർമലാണ്. ഇതുണ്ടെങ്കിൽ തന്നെ ആ കുത്തിവയ്പ്പ് ഇഫക്റ്റീവായി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. BCG ഞാനിപ്പോൾ ക്ഷയരോഗത്തെപ്പറ്റി പറയുന്നത് വെച്ചാൽ, ക്ഷയരോഗത്തിൽ ഇപ്പോൾ നമ്മൾ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ കൃത്യമായി വരുന്നുണ്ട്. എന്നിട്ട് പോലും ഈ വളരെ അടുത്ത കാലത്ത് രോഗിയുടെ കൃത്യമായ വിവരങ്ങൾ ഒരു ഡോക്ടർ നിലയ്ക്ക് പുറത്ത് പറയാൻ പറ്റില്ല. എന്നാൽ പോലും ഈ അടുത്ത കാലത്ത് വളരെ ഉന്നത ബിരുദമുള്ള ഒരു വ്യക്തി TB ബാധിച്ച് നമ്മുടെ ഒരു സമീപ ജില്ലയിൽ, വിട്ടുമാറാത്ത ചുമയായിരുന്നു, പക്ഷേ വളരെ നിർബന്ധിച്ചിട്ടും കഫപരിശോധനയ്ക്കൊന്നും തയ്യാറായില്ല. TB ഡയഗ്നോസ് ചെയ്യുന്ന സൈഡ് വളരെ പെട്ടെന്ന് മരിക്കുകയും ചെയ്തു. പക്ഷേ അയാൾ പിന്നെ പ്രകൃതി ചികിത്സയായിരുന്നു എടുത്തിരുന്നത്. പ്രകൃതിക്കാരി ചുമ എന്നുള്ളത് ഒരു സാധാരണ കാര്യമാണ്. അതിന് നിങ്ങളത് പിന്നെ ആധുനിക വൈദ്യശാസ്ത്രക്കാരെടുത്ത് നിന്ന് അവരതാണെന്ന് പറയും, ഇതാണെന്ന് പറയുന്നത് ചികിത്സ നിഷേധിച്ച് ആ വ്യക്തിയെ കൊല്ലുകയാണ് ചെയ്തത്. പക്ഷേ അതൊന്നും വാർത്തയായില്ല അവിടെ. ഇത് വാക്സിനേഷൻ 1950 നമ്മൾ DPTയും പോളിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വാക്സിൻ. പക്ഷേ കാലം കടന്നതോടുകൂടി നമ്മൾ പുതിയ വാക്സിനുകൾ വന്നു. 1960 എത്തിയപ്പോൾ നമ്മൾ ഈ ലിസ്റ്റിനോട് നമ്മൾ MMR കൂട്ടിച്ചേർത്തു. 80 ആയപ്പോഴത്തേക്കും ഹെപ്പറ്റൈറ്റിസ് B, വാരിസെല്ല കുത്തിവയ്പ്പുകൾ വന്നു. 2000 ആയപ്പോൾ നമ്മൾ ന്യൂമോകോക്കസ് വാക്സിൻ വന്നു, ഇൻഫ്ലുവൻസ വാക്സിൻ വന്നു. അവസാനം 2010 റോട്ടാ വൈറസ് വാക്സിൻ വന്നു. ഇതുമല്ലാതെ വേറെ വാക്സിൻ ഉണ്ട്. ഇപ്പോൾ ഈ വാക്സിനുകൾ, പണ്ട് നിങ്ങൾ ഇത്ര വാക്സിൻ ഒന്നും കൊടുക്കാറില്ലായിരുന്നല്ലോ, ഇപ്പോൾ എന്തിനാണ് ഇത്ര വാക്സിൻ കൊടുക്കുന്നത്? നമ്മൾ സാധാരണ നേരിടുന്നൊരു ചോദ്യമാണ്. ഒരു ഉദ്ദേശം, നമ്മൾ ഓരോ പുതിയ വാക്സിൻ കണ്ടുപിടിക്കുന്നതനുസരിച്ച്, പുതിയ രോഗങ്ങൾ പരന്നതനുസരിച്ച് നമ്മൾ പുതിയ വാക്സിനുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചികിത്സ ഇല്ലാതിരുന്ന രോഗമായിരുന്നു പോളിയോ. നമുക്ക് ഇപ്പോഴും പോളിയോ രോഗം ബാധിച്ചാൽ അതിനെ പോളിയോ അണുക്കളെ കൊല്ലാൻ വേണ്ടിയുള്ള ഒരു ചികിത്സ നമ്മളെ ഭാഗത്തില്ല. അതിനെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടുന്ന് നമ്മൾ നിർമ്മാർജ്ജനം ചെയ്തത് പോളിയോ പ്രതിരോധ മരുന്നുകൊണ്ട് മാത്രമാണ്, വേറെ ഒരു കാരണം കൊണ്ടല്ല. 2012 ഇന്ത്യ പോളിയോ വിമുക്തമായി പ്രഖ്യാപിക്കപ്പെട്ടു. 2011 അവസാനത്തെ കേസ്, ജാനുവരിയിൽ ഇന്ത്യയിൽ അവസാന പോളിയോ കേസ് റിപ്പോർട്ട് ചെയ്തു. ഈ പോളിയോ കുത്തിവയ്പ്പ് രണ്ട് തരം പോളിയോയ്ക്കുള്ള മരുന്നുകളുണ്ട്. IPV, OPV. IPV എന്ന് വെച്ചാൽ ഒന്നുമില്ല, കിൽഡ് വാക്സിനാണ്. അതായത് കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള വാക്സിനാണ്. ജീവൻ ഇല്ലാത്ത അണുക്കളെയാണ് നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുന്നത്. ഇത് കണ്ടുപിടിച്ചത് ജോൺ സാക്ക് എന്നുള്ള ശാസ്ത്രജ്ഞനാണ്.
അതുവരെ പോളിയോ ബാധിച്ച് ആയിരങ്ങൾ മരിച്ചു, ആയിരങ്ങൾ ദുരിതത്തിലായി. ഇദ്ദേഹം ഇതിൻ്റെ വാക്സിൻ കണ്ടുപിടിച്ചു, അത് ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ ഈ രോഗം നമ്മൾ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ഈ വാക്സിൻ്റെ പേറ്റൻ്റ് എടുത്തിരുന്നെങ്കിൽ ഇദ്ദേഹം ഒരു കോടീശ്വരനാവുമായിരുന്നു. അന്ന് ഈ വാക്സിൻ്റെ ഒരു പേറ്റൻ്റ് എടുക്കുക. അന്ന് അദ്ദേഹം പറഞ്ഞത്, ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള വാക്സിനാണ്, ഇതിൻ്റെ പേറ്റൻ്റ് എടുക്കാൻ ഞാൻ തയ്യാറല്ല. സൂര്യൻ്റെ വെളിച്ചം അല്ലെങ്കിൽ സൂര്യൻ്റെ വെളിച്ചവും ചൂടും നമ്മളെല്ലാ ജനങ്ങളും ഒരുപോലെ അനുഭവിക്കുന്നു, അതിൻ്റെ പേറ്റൻ്റ് ആരും എടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ വാക്സിൻ്റെ പേറ്റൻ്റ് ഞാൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ലോകത്തിന് ഫ്രീ ആയിട്ട് ഈ വാക്സിൻ വിട്ടുകൊടുത്തൊരു മഹാനാണ് അദ്ദേഹം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരുപാട് പേരുടെ അനേക വർഷത്തെ പ്രയത്നവും ഒരുപാട് പേരുടെ ശ്രമങ്ങൾക്കൊടുവിലാണ് നമ്മൾ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഓരോ കണ്ടുപിടുത്തം ഉണ്ടാകുന്നത്. നമ്മൾ പഴയ കാലമൊക്കെ പരിശോധിച്ചാൽ അറിയാം. ഇപ്പം വില്യം ഹാർവിയൊക്കെ ശരീരത്തിൻ്റെ സർക്കുലേറ്ററി സിസ്റ്റം, നമ്മളെ രക്തസംക്രമണമൊക്കെ പഠിക്കാൻ വേണ്ടി, അന്നത്തെ കാലത്ത് മതമൊക്കെ വളരെ ശക്തിയായിരുന്ന കാലമാണ്. അന്നൊന്നും നമ്മളെ ശരീരം കീറി മുറിക്കാനൊന്നും പാടില്ല എന്നൊക്കെ മതം വിശ്വസിച്ചിരുന്ന കാലത്ത് ഇദ്ദേഹം രക്തസംക്രമണത്തെ പറ്റി പഠിക്കാൻ വേണ്ടി ചെയ്തത്, രാത്രി ശവക്കല്ലറയിൽ കയറി ഫ്രഷായിട്ട് മറവ് ചെയ്ത് ശവശരീരം കുഴിച്ചെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി അത് കീറി പഠിക്കുകയാണ് ചെയ്തത്. കാരണം പിടിക്കപ്പെട്ടാൽ അദ്ദേഹം വധശിക്ഷയ്ക്ക് വിധേയനാവും. അതുപോലും അവഗണിച്ചാണ് അദ്ദേഹം ശാസ്ത്രത്തിന് വേണ്ടി അങ്ങനെ ഒരുപാട് പേർ നൽകിയ സംഭാവനകളുടെ ഫലമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പലപ്പോഴും വ്യാജ ചികിത്സകർ മറന്നു പോവാണ്. ജോൺ സാക്കാണ് നമുക്ക് IPV, അതായത് കുത്തിവെക്കുന്ന പോളിയോ മരുന്ന് കണ്ടുപിടിച്ചത്. ഇത് സാബിൻ വായിലൂടി കൊടുക്കുന്ന തുള്ളിമരുന്നാണ്. 2 തരം മരുന്നുണ്ട്. ഈ ചിത്രം നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ? അയൺ ലങ്, വലിയ അന്ന് അമേരിക്ക ലോകത്തെമ്പാടും നല്ലൊരു ബിസിനസ്സായിരുന്നു ഇത്. അതായത് പോളിയോ ബാധിച്ച വ്യക്തികൾക്ക് ശ്വാസമെടുക്കുന്ന നമ്മുടെ മസിലുകളെ ബാധിച്ചു കഴിഞ്ഞാൽ സ്വയം ശ്വാസം എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ വ്യക്തികളെ ഈ ഇരുമ്പ് ബോക്സിനകത്ത് ഇടുക. ഇതിൻ്റെ വലിയൊരു ചിത്രം ഞാൻ കാണിച്ചാൽ, ഇതാ ഈ ബോക്സിനകത്ത് ഇടുക. ഇതിനകത്ത് നെഗറ്റീവ് പ്രഷർ വരുമ്പോൾ ഈ മെഷീൻ്റെ സഹായത്തോടെയാണ് ശ്വാസം എടുക്കുക. ചുരുക്കി പറഞ്ഞാൽ ജീവിതാവസാനം വരെ ഈ വ്യക്തിക്ക് ഇതുപോലെ തന്നെ കിടക്കാം, ഒന്നും ചെയ്യാൻ പറ്റില്ല, സംസാരിക്കാം, വേറെ ഒന്നും പറ്റില്ല. ശരീരം ഈ ഒരു വാക്വം എന്ന് പറയാൻ പറ്റില്ല, നെഗറ്റീവ് പ്രഷറുള്ള ഒരു ഇരുമ്പ് കേജാണ്. ഇതിന് പറയാൻ അയൺ ലങ് എന്നാണ്. ഇതിൻ്റെ ബിസിനസ് വളരെ വ്യാപകമായിട്ടുള്ളൊരു ബിസിനസ്, ഈ കച്ചവടമാണ് പൂട്ടിപ്പോയത് നമ്മളെ വാക്സിൻ കണ്ടുപിടിച്ചപ്പോൾ. പക്ഷെ ഇന്ന് പലരും ശ്രമിക്കുന്നത് ഈ ബിസിനസ് തിരിച്ചു കൊണ്ടുവരാനാണ്. ഇത് പോളിയോ, നമ്മൾ പൾസ് പോളിയോ ബാധിക്കുന്നത്. ആ ചുമന്ന ഇതിൽ കാണുന്നത് 1988 ചിത്രമാണ്. 1988 ആ ചുവപ്പ് നിറത്തിൽ കാണുന്നത് പോളിയോ ബാധിത പ്രദേശങ്ങളായിരുന്നു. ഇപ്പോൾ 2014 ചിത്രമാണ് പോളിയോ. നിങ്ങൾക്ക് കണ്ടാലറിയാം, ഈ വാക്സിൻ കൊണ്ട് പ്രയോജനം ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്ന് പറയുന്ന ആൾക്കാർക്കുള്ള മറുപടിയാണ് ഈ ചിത്രം. ഏത് രാജ്യങ്ങളിലാണോ പോളിയോ തുള്ളിമരുന്ന് കൊടുക്കുന്നത് തടസ്സപ്പെട്ടത്, ആ രാജ്യങ്ങളിൽ ഇന്നും പോളിയോ ഉണ്ട്. അതിലൊന്ന് നൈജീരിയയിൽ സംഭവിച്ചത് എന്താ വെച്ചാൽ, നൈജീരിയയിൽ ഇതുപോലെ വളരെ നല്ല രീതിയിൽ പോളിയോ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുകയായിരുന്നു. അതിനിടയ്ക്കാണ് വ്യാപകമായിട്ടൊരു കിംവദന്തി പൊട്ടിപ്പുറപ്പെട്ടത്. ഇവിടെ കേട്ടതുപോലെ തന്നെ പോളിയോ തുള്ളിമരുന്ന് കഴിച്ചാൽ നമ്മുടെ ജനസംഖ്യ കുറയ്ക്കും, അത് കുറയ്ക്കാനുള്ള ഒരു ടെക്നിക്കാണിത്, അതുകൊണ്ട് പോളിയോ തുള്ളിമരുന്ന് കൊടുക്കരുത്. പിന്നെ അറിയാമല്ലോ, കിംവദന്തികൾ കാട്ടുതീ പോലെ പടരും. ജനങ്ങൾ ഇതിൽ നിന്നും വിട്ടുനിന്നു, നമ്പർ കുറഞ്ഞു. അവിടെ പോളിയോ ഇന്ന് ഇറാഡിക്കേറ്റ് ചെയ്യപ്പെട്ടില്ല എന്ന് മാത്രമല്ല, അന്ന് അതിനെ തുടർന്ന് അവിടെ പോളിയോ പൊട്ടിപ്പുറപ്പെടുകയും അതിൻ്റെ ചുറ്റുമുള്ള 6 രാജ്യങ്ങളിലൊക്കെ അത് പരക്കുകയും ചെയ്തു. ഇപ്പോഴല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. ആ രാജ്യങ്ങളെല്ലാം ഇപ്പോൾ പോളിയോ മുക്തമായി. 3 രാജ്യങ്ങളിൽ മാത്രമേ ഇന്ന് പോളിയോ ഉള്ളൂ: അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, നൈജീരിയ. അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ഉള്ള കാര്യങ്ങളും ഏകദേശം സിമിലറാണ്. അവിടെയും ഒരു കഥയാണ്. അത് എത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല. അത് പിന്നെ ഒസാമ ബിൻ ലാദൻ, ഞാൻ പലപ്പോഴും സ്റ്റുഡൻസിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് ചോദിക്കാറുണ്ട്, ഒസാമ ബിൻ ലാദനും പൾസ് പോളിയോയും തമ്മിൽ എന്താ ബന്ധം. അപ്പോൾ കുട്ടികളൊരിക്കലും ഇത് എന്താ ബന്ധം ഇത്രയേ ഉള്ളൂ. ഒസാമ ബിൻ ലാദൻ ഒളിച്ചിരുന്ന സ്ഥലം കണ്ടുപിടിച്ചത് പോളിയോ തുള്ളിമരുന്ന്, നമ്മൾ പൾസ് പോളിയോയുടെ ഭാഗമായിട്ട് വീട് തോറും കയറിയിറങ്ങി പോളിയോ തുള്ളിമരുന്ന് കൊടുക്കുക. അപ്പോൾ പോളിയോ വോളണ്ടിയേഴ്സ് എന്ന് വേഷം മാറി ആണ് പിന്നെ ഒസാമ ബിൻ ലാദൻ ഒളിച്ചിരുന്ന വീട് കണ്ടുപിടിച്ചു എന്നൊരു കേട്ടിട്ടുണ്ട്. അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഞാൻ വിശ്വസിച്ചിട്ടില്ലെങ്കിലും താലിബാൻകാരത് വിശ്വസിച്ചു. അതിനുശേഷം അവിടെ പോളിയോ വാക്സിൻ കയ്യിൽ കരുതിക്കൊണ്ട് ആര് റോഡിൽ ഇറങ്ങിയാലും ഈ വാക്സിൻ തിരിച്ചെത്തൂല, അത് കൊണ്ടുപോയി ആളും തിരിച്ചെത്തൂല. അതുകൊണ്ട് എന്ത് പറ്റി, വാക്സിൻ കൊടുക്കുന്ന പദ്ധതി അവിടെ തകർന്നു. അതിൻ്റെ ഫലമായിട്ട് ഇന്നും ആ രാജ്യങ്ങളിൽ പോളിയോ ഇപ്പോഴും ഉണ്ട്. പിന്നൊന്ന് ഡിഫ്തീരിയ. ഞാൻ വളരെ കുറച്ച് സ്പീഡാക്കാം, അടുത്ത പ്രസംഗം എത്തിയിട്ടുണ്ട്. ഡിഫ്തീരിയ ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്
ഞങ്ങളൊക്കെ 90കളിലൊക്കെ MBBS പഠിക്കുന്ന കാലത്തൊന്നും ഡിഫ്തീരിയ എന്നുള്ള രോഗം ഇനി ഒരിക്കൽ കാണാൻ പറ്റുന്നൊരു വിശ്വാസം ഞങ്ങൾക്കില്ല. ഞങ്ങളൊക്കെ ഡിഫ്തീരിയ പഠിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ പുസ്തകം നോക്കി, പുസ്തകത്തിലെ ചിത്രം നോക്കി, ഇതാണ് ഡിഫ്തീരിയ. അന്ന് പിന്നെ നെറ്റൊന്നുമില്ല, അല്ലെങ്കിൽ ഗൂഗിൾ എടുത്ത് നോക്കുമായിരുന്നു. അന്ന് പിന്നെ പുസ്തകത്തിലെ പടം നോക്കിയിട്ട് ഇതാണ് ഡിഫ്തീരിയ എന്ന് കണ്ട് ഞങ്ങൾ ആശ്വസിച്ചിരുന്നു. അന്ന് ഞങ്ങൾ വിചാരിച്ച് ഇനി ഒരിക്കലും ജീവിതത്തിൽ കാണാൻ പറ്റുന്നില്ല എന്നാണ്. 2016 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 250 അടുത്ത് കേസുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രം ഞാൻ കാണുകയുണ്ടായി. നമുക്ക് എവിടെയാണ് പിഴച്ചത്? ഡിഫ്തീരിയ നമുക്ക് വളരെ മാരകമായിട്ടുള്ള രോഗമാണ്. കുത്തിവയ്പ്പ് കൊണ്ട് പൂർണ്ണമായിട്ടും തടയാൻ പറ്റുന്ന ഒരു രോഗമായിരുന്നു. കേരളത്തിൽ ഏത് ബ്ലോക്കിലാണോ, ഏത് പ്രദേശത്താണോ കുത്തിവയ്പ്പിൻ്റെ ശതമാനം ഏറ്റവും കുറവായിരുന്നത്, അതേ സ്ഥലത്ത് തന്നെയാണ് ഡിഫ്തീരിയ പൊട്ടിപ്പുറപ്പെട്ടത്. അവിടുന്ന് തന്നെയാണ് വടക്കൻ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും അവിടുന്ന് തന്നെയാണ് സ്പ്രെഡ് ചെയ്തത്. അതിൻ്റെ റൂട്ട് ഓഫ് സ്പ്രെഡ് വരെ നമ്മൾ വളരെ മാപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്തുനിന്ന് മലപ്പുറം ജില്ലയുടെ സ്ഥലം, അതിന് പരിസരമായിട്ടുള്ള മലപ്പുറം ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങളായ രാമനാട്ടുകര, ചെറുപ്പ, ചെറുവാടി, ഈ ഒരു ഏരിയ തന്നെയായിരുന്നു രോഗം വന്ന് അത് ജില്ല മുഴുവനും, പിന്നെ വയനാട്, കണ്ണൂർ ഭാഗത്തേക്കൊക്കെ രോഗം ഇതുണ്ടായി. ഡിഫ്തീരിയായിട്ട് ആദ്യം ബാധിച്ചത് ഒരു 15 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ആദ്യമായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ, ആദ്യം എന്ന് വെച്ചാൽ ഈ 2016 എപ്പിഡമിക് എന്ന് പറഞ്ഞാൽ ഒരു പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു. അന്ന് ആദ്യം മരിച്ചത് ഒരു 15കാരനായിരുന്നു. ഡിഫ്തീരിയ ബാധിച്ച് തൊണ്ടയിൽ ഒരു പാട വന്ന് ശ്വാസം കിട്ടാതെ പെടഞ്ഞു മരിക്കുമ്പോൾ നമുക്ക് അവസാനം ചെയ്യാനുള്ളത് കഴുത്ത് തുളച്ചൊരു ട്യൂബിടുക, ട്രക്കിയോസ്റ്റമി എന്ന് പറയും. ഈ ട്രക്കിയോസ്റ്റമിക്ക് സന്നദ്ധരായി ഡോക്ടർമാർ ചെല്ലുമ്പോൾ ഈ കുട്ടി 15 ശബ്ദത്തിൽ പറയുകയാണ്, ഡോക്ടർ എന്തെങ്കിലും ഒന്ന് ചെയ്യ്, ഇതൊന്ന് എൻ്റെ എനിക്കൊന്ന് ശ്വാസം എടുക്കാനാക്കി തന്നാൽ മതി, വേറെ ഒന്നും വേണ്ട, എനിക്ക് കാരണം നമുക്കറിയാം അതൊരു വല്ലാത്തൊരവസ്ഥയാണ്. നമ്മളെ തൊണ്ടയിലൊരു സാധനം വെച്ച് അടച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് ആ ജീവൻ രക്ഷിക്കാനായില്ല. ആരാണ് ആ മരണത്തിന് ഉത്തരവാദി? ആ കുട്ടികളുടെ മാതാപിതാക്കളിൽ നിന്ന് മാത്രം ഞാൻ പറയില്ല. അവരെ തെറ്റിദ്ധരിപ്പിച്ച് ഈ വാക്സിൻ എടുക്കാതെ ഈ രോഗം വരുത്തിയ വാക്സിൻ വിരുദ്ധരും കപട ചികിത്സകരും തന്നെ മാത്രമാണ് ആ മരണത്തിന് ഉത്തരവാദികൾ. ആ കുഞ്ഞ് വളർന്ന് ഇവിടെ ഉത്തമ പൗരനായി വളരേണ്ട ഒരു കുട്ടിയായിരുന്നു. അവൻ്റെ ജീവൻ നമ്മളെ കയ്യിൽ നിന്ന് പോയി. അതുപോലെയല്ല ഒരുപാട് കുട്ടികളുടെ ജീവൻ നമ്മളെ കയ്യിൽ നിന്ന് പോയി. അവിടെ ഒരുപാട് പേര് ഡിഫ്തീരിയയുടെ പ്രശ്നം വെച്ചാൽ പലപ്പോഴും നമ്മളെ ചില റെസിഡ്യൂവൽ പാരാലിസിസ് എന്ന് പറയും, അസുഖം മാറിയാലും ചില ഭാഗങ്ങൾ ഭക്ഷണം വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള മറ്റ് പ്രശ്നങ്ങളുണ്ടാവും. ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ബാധിച്ച് നരകയാതന അനുഭവിച്ച ഒരുപാട് കുട്ടികൾ എൻ്റെ കണ്ണിന് മുമ്പിൽ കൂടെ പോയിട്ടുണ്ട്. കാരണം ഇതൊക്കെ പറയുമ്പോൾ നമ്മളൊരു ഡോക്ടറാണെങ്കിലും ഇതിൻ്റെ അപ്പുറം നമ്മളൊരു അച്ഛനാണ്, നമ്മളൊരു സഹോദരൻ, നമുക്ക് സഹോദരമുണ്ട്. അപ്പോൾ നമ്മൾ ഈ കുട്ടികളെ കാണുമ്പോൾ നമുക്ക് ഓടുന്നത് നമ്മുടെ മനസ്സിലുള്ള കുട്ടികളെ തന്നെയാണ്. ഈ ഡിഫ്തീരിയയുടെ ഒപ്പം തന്നെയുള്ള കുത്തിവയ്പ്പായിരുന്നു പെർട്യൂസിസ്, വില്ലൻ ചുമയ്ക്കുള്ള കുത്തിവയ്പ്പ്. കുറച്ച് സ്പീഡാക്കാൻ തോന്നുന്നില്ല. നമ്മൾ ഡിഫ്തീരിയ ഇതും വളരെ മാരകമായിട്ടുള്ള വളരെ കൂടുതലായിട്ടുള്ളൊരു അസുഖമാണ്. പിന്നെ ടെറ്റനസ്. നമ്മളിപ്പോൾ ഇതിന് മൂന്നുകൂടെയുള്ള കുത്തിവയ്പ്പ് 1948 മുതൽ DPT എന്നുള്ള ട്രിപ്പിൾ വാക്സിൻ എന്നൊക്കെ നമ്മൾ പറയും. DPT, ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്, ഇത് മൂന്നിനും കൂടിയുള്ള കുത്തിവയ്പ്പാണ്. ഇത് വളരെ മാരകമായിട്ടുള്ള രോഗമാണ്. പക്ഷേ ഇത് ഭാഗ്യത്തിനധികം കാണാറില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ആവശ്യമില്ലെങ്കിലും ആവശ്യമുണ്ടെങ്കിലും എല്ലാവരും പോയിട്ട് ഒരു TT എടുക്കും. പലപ്പോഴും ആൾക്കാരെ മുറിവൊക്കെ പറ്റിയാൽ ഓടി വന്ന് TT എടുക്കും. ഞാൻ ചോദിക്കും എന്തിനാണ് TT എടുക്കുന്നത്? അപ്പോൾ പറയും മുറിവുണങ്ങാനാണ്. അല്ല, മുറിവുണങ്ങുന്നതും TT ആയിട്ട് ഒരു ബന്ധവുമില്ല. TT വെക്കുന്നത് ടെറ്റനസ് എന്നുള്ള രോഗം വരാതിരിക്കാനാണ്. അത് മാത്രമേ പ്രൊട്ടക്റ്റ് ചെയ്യും. മുറിവുണങ്ങണമെങ്കിൽ അതിനുള്ള പരിപാടി വേറെ ചെയ്യണം. പക്ഷെ എന്തായാലും ആ വിശ്വാസം കൊണ്ടായിരിക്കാം TT എടുക്കുന്നതുകൊണ്ട് ടെറ്റനസിൻ്റെ കേസുകൾ ഇപ്പോൾ വളരെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരുപാട് പഴികേട്ട ഒന്നാണ് കഴിഞ്ഞ 2017 ഒക്ടോബറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത MR വാക്സിൻ. MR വാക്സിൻ നമ്മളെല്ലാ കുട്ടികൾക്കും, നമ്മളെ ജില്ലയിൽ തന്നെ 7 ലക്ഷം കുട്ടികളെ മുകളിൽ, കേരളത്തിൽ 70 ലക്ഷം കുട്ടികൾക്ക് നമ്മൾ വാക്സിൻ കൊടുത്തു. വളരെയധികം റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നൊരു സംഭവമാണ്. ഒരുപാട് ചോദ്യങ്ങൾ വന്നൊരു ഇതാണ്. ഇത് പലരും ചോദിക്കാം പുതിയ വാക്സിൻ, അത് പുതിയൊരു വാക്സിൻ അല്ലേ? അല്ല, ഇത് പുതിയ വാക്സിനൊന്നുമല്ല. കഴിഞ്ഞ 10 വർഷം നമ്മൾ MMR എന്നുള്ളൊരു വാക്സിൻ കൊടുക്കുന്നുണ്ട്. അതേ വാക്സിൻ തന്നെയാണ്. അതിലൊരു കമ്പോണൻറ്റ് കുറച്ചിട്ട് MMRലെ ഒരു M ഒഴിവാക്കിയിട്ട് ഒരു MMR മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. പുതിയ സാധനമല്ല. പക്ഷേ ഈ വാക്സിൻ കൊണ്ടുപോകുമ്പോൾ ഈ വാക്സിൻ ഒരു പൊടി രൂപത്തിലാണ് വാക്സിൻ. ഈ പൊടി രൂപത്തിലുള്ള വാക്സിൻ വെക്കുന്നു. അതിൻ്റെ അടുത്ത് ഇത് ഒരു ചെറിയൊരു വെള്ളമുണ്ട്, ഡയലുവൻ്റ് എന്ന് പറയും. ഈ പൊടി നമ്മൾ നേരെ എടുത്ത് ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് പൊടി കലക്കാൻ വേണ്ടി ഒരു സൊല്യൂഷൻ, ഒരു ക്ലിയർ ഒരു പൊടി, നമ്മൾ ഈ വാക്സിൻ പിന്നെ വെയിൽ തട്ടിയാൽ അല്ലെങ്കിൽ വെളിച്ചം തട്ടിയാൽ കേടുവരുന്നുള്ളതുകൊണ്ട് ഒരു ബ്രൗൺ കളറിലെ കുപ്പിയിലാണ് ഈ വാക്സിൻ വരിക. ഇത് കലക്കാനുള്ള വെള്ളം സ്റ്റെറൈൽ വാട്ടറാണ്. ഇത് വേറൊരു ട്രാൻസ്പെറൻറ്റ് കുപ്പിയിൽ വരിക. അപ്പോൾ ഇത് രണ്ടും അടുത്തടുത്താണ് വെക്കുക. അപ്പോൾ ഒരു കുട്ടി വന്ന് ചോദിക്കുകയാണ്, ഇത് സാധാരണ കുട്ടികൾക്കുള്ള വാക്സിൻ, ഈ വെള്ള നിറത്തിലുള്ളത് ഞങ്ങളെ മതക്കാർക്കുള്ള വാക്സിൻ,
എനിക്ക് വേദന തോന്നി. കാരണം ആ കുട്ടികളുടെ മനസ്സിൽ പോലും, ഒരു 10 വയസ്സുള്ള കുട്ടിയുടെ മനസ്സിൽ പോലും എന്തുമാത്രം വിഷമാണ് കുത്തിവെച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നതാണ്, ഇത് എല്ലാവർക്കും, ഇത് മതത്തിന്, ഹിന്ദു മതത്തിനൊരു വാക്സിൻ, ക്രിസ്ത്യാനികൾക്കൊരു വാക്സിൻ, മുസ്ലിങ്ങൾക്കൊരു വാക്സിൻ ഇല്ല. എൻ്റെ കുട്ടികൾക്കടക്കം എല്ലാവർക്കും ഒരേ വാക്സിനാണ് വെക്കുന്നത്. ഇതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ആരോ പറഞ്ഞുകൊണ്ടിരിക്കണം, അവിടെ നിങ്ങൾ നോക്കിക്കോണം, 2 കുപ്പി ഉണ്ടാവും, ബ്രൗൺ കുപ്പിയുള്ളത് ആ മതവും, വെള്ള കുപ്പിയുള്ളത് നമ്മുടെ മതത്തിനുമാണ്, അത് ശ്രദ്ധിച്ചോളണം. കുട്ടികളുടെ മനസ്സിൽ വരെ ഈ വിഷം കുത്തിവെച്ചിരിക്കുകയാണ്. അതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ പറഞ്ഞത് MR വാക്സിൻ്റെ ഫുൾ ഫോം എന്താണ്? മോഡി RSS വാക്സിൻ. ഇതാണ് എനിക്ക് കിട്ടിയ മറുപടി. നമ്മുടെ ജനസംഖ്യ കുറയ്ക്കാൻ വേണ്ടി RSS മോഡിയും കൂടി കൊണ്ടുവന്നാണ് മോഡി RSS വാക്സിൻ. ഇത്തരത്തിലുള്ള പ്രചരണം, തരം താന്ന പ്രചരണമാണ് ഈ വാക്സിനെതിരെ ഉണ്ടായിട്ടുള്ളത്. ഒരു 15 മിനിറ്റും കൂടി ഉണ്ട്. പിന്നെ 2 പ്രധാനപ്പെട്ട വാക്കുകൾ. പിന്നെ AFP പറഞ്ഞ, ഞാൻ വടക്കാഞ്ചേരി, അദ്ദേഹം പറയുന്നത് സ്വയം ഡോക്ടർ എന്നാണ് പറയുന്നത്. എങ്ങനെ ഡോക്ടറായി എന്ന് എനിക്കറിയില്ല. ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തോട് ചോദിച്ച് എങ്ങനെ നിങ്ങൾ ഡോക്ടറായിരുന്നു, നിങ്ങൾ ഡോക്ടറാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ രോഗികളെ ചികിത്സിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനൊരു ഡോക്ടറാണ്. അങ്ങനെയാണെങ്കിൽ ആർക്കും പറയാമല്ലോ, ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ അതുകൊണ്ട് ഒരു പ്രൊഫസറാണ് എന്ന് പറയാമല്ലോ, അത് തെറ്റൊന്നുമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത്, ഈ പോളിയോ ഇപ്പോഴും ഉണ്ട് പോളിയോ, പക്ഷേ ഈ ഡോക്ടർമാർ അത് പേര് മാറ്റിയിട്ട് AFP എന്നാണ് പറയുന്നത്. AFP എന്നൊരു കേട്ട് പേടിക്കേണ്ട, അക്യൂട്ട് ഫ്ലാസിഡ് പാരാലിസിസ് അതാണ് പറയുന്നത്, അല്ലാതെ പോളിയോ ഇവർ നിർമ്മാർജ്ജനം ചെയ്തിട്ടൊന്നുമില്ല. ഇത് ഒരുപാട് കേട്ടിട്ടുള്ളൊരു ആരോപണമാണ്. സംഗതി ഇത്രയേ ഉള്ളൂ, നമ്മളിവിടെ പോളിയോ ഇല്ല എന്ന് പറയുന്നത്, കോഴിക്കോട് ജില്ലയിൽ ഒറ്റ കേസ് പോളിയോ പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ 2 കാരണങ്ങളുണ്ടാകാം. ഒന്ന്, യഥാർത്ഥത്തിൽ ഇവിടെ പോളിയോ ഇല്ല. 2, ഇവിടെ പോളിയോ ഉണ്ട്, പക്ഷെ ആ പോളിയോ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ഈ 2 കാരണം കൊണ്ട് പോളിയോ ഇല്ലാതെ വരാം. അപ്പോൾ ഈ രണ്ടാമത്തെ കാരണമല്ല, ആദ്യത്തെ കാരണം തന്നെയാണ് വാസ്തവം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു പരിപാടിയാണ് AFP സർവൈലൻസ്. AFP സർവൈലൻസ് ഇത്രയേ ഉള്ളൂ, പോളിയോയുടെ സാമ്യമുള്ള, ശരീരത്തിന് തളർച്ച വരുന്ന എല്ലാ രോഗികളെയും നമ്മൾ കണ്ട് അവർക്കൊന്നും പോളിയോ ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. ഒരു സ്ഥലത്തുനിന്ന് ഒരു AFP, അതായത് മറ്റ് പല കാരണങ്ങൾ, ഇപ്പോൾ ഗില്ലൻ ബാരി സിൻഡ്രോം എന്നുള്ള രോഗം വരാം, മറ്റൊരുപാട് പല പല രോഗങ്ങൾ മുതൽ ശരീരത്തിന് തളർച്ച വരാം, അതൊന്നും പോളിയോ അല്ല എന്ന് ഉറപ്പുവരുന്നൊരു പ്രക്രിയ മാത്രമാണ് AFP സർവൈലൻസ്. അതുപോലെ തന്നെ AEFI എന്നൊരു വാക്കുണ്ട്, അത് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാകാൻ വഴിയില്ല. പലപ്പോഴും ഈ വിവരാവകാശ പ്രകാരം AEFI കേസ്, ഇത്ര AEFI കേസ്, അതായത് ആഡ്വേഴ്സ് ഇവൻറ്റ്സ് ഫോളോയിങ് ഇമ്മ്യൂണൈസേഷൻ, അത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആരോഗ്യ വകുപ്പ് ഏത് പ്രതിരോധ കുത്തിവയ്പ്പിനെ തുടർന്ന് ഒരു നിശ്ചിത കാലയളവിൽ, സാധാരണ 30 ദിവസമാണ്, ഈ 30 ദിവസത്തിനുള്ളിൽ ഈ കുട്ടിക്ക് എന്ത് ആരോഗ്യ പ്രശ്നമുണ്ട്, എന്ത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുണ്ടായാലും അത് നമ്മൾ പഠിക്കും. എന്താ പഠിക്കാം? ഈ പ്രശ്നം പ്രതിരോധ കുത്തിവയ്പ്പ് മൂലമാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ പഠിക്കും. രണ്ടാമതായിട്ട്, ഈ വാക്സിൻ കൊടുത്ത മറ്റു കുട്ടികളുണ്ടാവും. നമുക്കറിയാം, എവിടെ കുത്തിവയ്പ്പിന് പോയാലും അവിടെ രജിസ്റ്റർ എഴുതും. ഈ രജിസ്റ്ററിൽ ഈ വാക്സിൻ തുറക്കുന്ന സമയമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കുത്തിവയ്പ്പ് കൊടുത്ത മറ്റേതെങ്കിലും കുട്ടികൾക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഈ വാക്സിൻ വെച്ച് ഈ കുട്ടിക്കുണ്ടായ അസുഖം ഈ വാക്സിൻ മൂലമാണോ എന്നുള്ളത് നമ്മൾ പഠിക്കും. അത് ഈ വാക്സിൻ സേഫാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് മാത്രമാണ്. ഇതൊരു കമ്മിറ്റി, എക്സ്പെർട്ട് കമ്മിറ്റി ഉണ്ട്, വിദഗ്ധരടങ്ങിയ പീഡിയാട്രിഷ്യൻ, മൈക്രോബയോളജിസ്റ്റ്, കമ്മ്യൂണിറ്റി മെഡിസിൻ, കുറേ വിഭാഗത്തിൽ കുറേ 5 ഡോക്ടർമാരടങ്ങിയ ഒരു കമ്മിറ്റി. ഇതിൽ ഓരോ സൈഡ് ഇഫക്ട്സ് ഉണ്ടായതും പഠിച്ച് ഇത് വാക്സിൻ മൂലമല്ല എന്ന് ഉറപ്പുവരുന്നൊരു പ്രക്രിയയാണ് AEFI മോണിറ്ററിങ്. അപ്പോൾ ആ പ്രക്രിയയെ ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതുണ്ട്, ഇതെല്ലാം വാക്സിൻ എടുത്ത് കുഴപ്പം വന്ന കുട്ടികളാണ്, ഇതൊക്കെയാണെന്ന് പറയും. അങ്ങനെയല്ല. അടുത്തായിട്ട് ഞാൻ മുഖാമുഖം കണ്ട ചില സംശയങ്ങൾ, അത് എന്നോട് ചോദിക്കപ്പെട്ട സംശയങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. എൻ്റെ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒരു 15 മിനിറ്റ് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തീർക്കാം. എല്ലാവരും അവിടെ ചോദിക്കുന്നതാണ്, നിങ്ങളെ മക്കളും വാക്സിൻ എടുത്തോ, ഇതിനെ ഞങ്ങളോട് എടുക്കാൻ പറയുന്നത്? നിങ്ങൾ എപ്പോഴും കേൾക്കുന്ന ചോദ്യമാണ്. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം, പക്ഷേ ഞങ്ങൾ എന്തിന് വാക്സിൻ എടുക്കാൻ നിർബന്ധിക്കുന്നു? അതിന് സിമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, അതിന് ഞാനൊരു കഥ വെച്ച് പറയാം. നിങ്ങളൊരു 100 വീടുകളുള്ളൊരു കോളനിയാണ്. ഈ കോളനിയിൽ ഭയങ്കര കള്ളന്മാരുടെ ശല്യമാണ്. അപ്പോൾ നിങ്ങൾ എന്താ തീരുമാനിക്കുക? ഈ 100 വീട്ടുകാരും തീരുമാനിക്കുക, നമ്മൾ ഓരോ വീട്ടിലും നമ്മളൊരു സെക്യൂരിറ്റിയെ വെക്കുക. നല്ല കാര്യമാണ്. അപ്പോൾ ഒരു 5 വീട്ടുകാർ പറയുന്നു, ഞങ്ങൾക്ക് സെക്യൂരിറ്റി ഒന്നും വേണ്ട. അപ്പോൾ നമ്മളൊരു 95 വീട്ടുകാരും അവരെ വീട്ടിൽ ഓരോ വാച്ച്മാനെ വെച്ചു, സെക്യൂരിറ്റിയെ വെച്ചു. 5 വീട്ടുകാർ വെച്ചില്ല. അവിടെ കള്ളൻ്റെ ശല്യം കുറയോ കൂടുമോ? അവിടെ കള്ളന്മാരുടെ ശല്യം കുറയും. കാരണം 5 വീടേ ബാക്കിയുള്ളൂ. ഈ 5 വീട്ടിൽ, ഈ 95 വീട്ടിലെ കാവൽക്കാരും കാണാതെ 5 വീട്ടിൽ പോയി മോഷ്ടിക്കുക എന്നുള്ളത് പ്രായോഗികമല്ലാത്തത് കൊണ്ട് ഈ 5 പേരും പ്രൊട്ടക്റ്റഡ് ആവും. അതാണ് വാക്സിനേഷനിൽ സംഭവിക്കുന്നത്. 95% പേരും വാക്സിൻ എടുത്താൽ ബാക്കി 5% പേര് സേഫ് ആവും. പക്ഷേ അങ്ങനെ ആയിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ
ഈ പ്രചരണങ്ങൾ മുന്നിൽ ഈ 95 മെല്ലെ കുറഞ്ഞ് 50 എത്തി 40 എത്തി, ഇങ്ങനെ കുറഞ്ഞ് വരുമ്പോൾ ആ പ്രൊട്ടക്ഷൻ അവിടെ നിന്ന് പോയി. അതുകൊണ്ടാണ് ഡിഫ്തീരിയ ഇവിടെ തിരിച്ചു വന്നത്. വാക്സിൻ എടുത്താൽ പനിയും വേദനയും വരില്ലേ? തീർച്ചയായും 1-2 ദിവസം നീണ്ടിരിക്കുന്ന പനിയും വേദനയും ഉണ്ടാവും. പക്ഷേ ജീവന് തന്നെ മാരകമാവുന്ന ഗുരുതരമായ അസുഖങ്ങളാണോ 1-2 ദിവസം നീണ്ടു നിൽക്കുന്ന പനിയും വേദനയുമാണോ, ഏതാണ് നിങ്ങളെ കുഞ്ഞിന് അഭികാമ്യം എന്ന് നിങ്ങളാണ് ആലോചിക്കേണ്ട കാര്യം. മൂന്നാമത്തെ ഒരു ചോദ്യം, ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയാണ് പെൻഡാവാക്. 10 വർഷത്തോളം സ്വകാര്യ മേഖലയിൽ കൊടുത്തപ്പോൾ ആർക്കും ഇതിന് ഒരു പ്രശ്നമില്ലായിരുന്നു. അത് ഇന്ന് ഗവൺമെൻറ് മേഖലയിൽ കൊടുക്കാൻ തുടങ്ങിയതോടെയാണ് പെൻഡാവാക്കിനെ വ്യാപകമായിട്ടുള്ള പ്രചാരണങ്ങൾ അഴിച്ചുവിട്ടത്. പെൻഡാവാക് വരുന്നു, കുട്ടി അത് പിന്നെ പത്രങ്ങളും വരികളൊക്കെ മത്സരിച്ചായിരുന്നു പെൻഡാവാക്കിനെ കുത്തിവെച്ചത്. പക്ഷേ പെൻഡാവാക് സേഫ് ആയിട്ടുള്ളൊരു വാക്സിനാണ്. ഇവിടെ ഗവൺമെൻറ് മേഖലയിൽ നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് 10 വർഷം മുമ്പ് തന്നെ നമ്മൾ വന്നിട്ടുള്ളൊരു സ്വകാര്യ മേഖലയിൽ കൊടുക്കാൻ തുടങ്ങിയ വാക്സിനാണ്. പിന്നെ എന്താ വെച്ചാൽ വാക്സിൻ കഴിഞ്ഞ് എന്ത് സംഭവിച്ചാലും, ഇപ്പോൾ വാക്സിൻ കഴിഞ്ഞ് നമ്മൾ ബൈക്കിൽ പോകുമ്പോൾ ബൈക്ക് പറഞ്ഞാൽ പറയുമോ, നമ്മൾ പറയാം വാക്സിൻ കൂടെയാണ് സംഭവിച്ചതെന്ന്. അത്ര ബാലിശമാണ് കാര്യങ്ങൾ. കാരണം നമ്മളിപ്പം കുട്ടികൾക്ക് നിങ്ങൾക്കറിയാം, സ്കൂളിലൊക്കെ വിരക്കുള്ള ഗുളിക കൊടുക്കാറുണ്ട്, നാഷണൽ ഡിവേമിംഗ് ഡേ എന്ന് പറയും. സാധാരണ നമ്മുടെ ഒരു ആശുപത്രിയിൽ നിന്നാൽ, ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റി നിന്നാൽ, ഒരു ദിവസം വൈകുന്നേരം കുറച്ച് ഗുളിക, ഏകദേശം നിശ്ചിത നമ്പർ ഓഫ് കുട്ടികൾ വയറിളക്കം ആയിട്ട് വരും, കുറച്ച് കുട്ടികൾ ഛർദിയായിട്ട് വരും, കുറച്ച് കുട്ടികൾ പനിയായിട്ട് വരും. അത് എല്ലാ ദിവസമുള്ള പ്രതിഭാസമാണ്. അത് ഈ വിരഗുളിക കൊടുക്കുന്ന ദിവസവും അതേ നമ്പർ കുട്ടികൾ വരും. പക്ഷെ അന്നൊരു വ്യത്യാസമുണ്ട്. അന്ന് വരുന്നവർ പറയാം, എൻ്റെ കുട്ടി ഇന്ന് സ്കൂളിൽ നിന്ന് വിരഗുളിക കഴിച്ചു, അവന് വയറിളകി. എൻ്റെ കുട്ടി സ്കൂളിൽ നിന്നുള്ള വിരയുടെ ഗുളിക കഴിച്ചു, അവൻ ഛർദ്ദിച്ചു. വിരയുടെ ഗുളിക കഴിച്ചു, പനി വന്നു. ആ ദിവസം മാത്രമുള്ള, അതായത് കണക്കുകൾ കാണിക്കുന്നത് പ്രതിരോധ കുത്തിവയ്പ്പുകൾ തുടർന്നുണ്ടാകുന്ന സൈഡ് എഫക്ട്സ് കൂടുന്നതല്ല, അതോടനുബന്ധിച്ച് എന്തെല്ലാം പ്രശ്നങ്ങൾ വരുന്നോ അതെല്ലാം നമ്മുടെ ഇതിൻ്റെ തലയിലേക്ക് അങ്ങോട്ട് ചാരിയാണ് ചെയ്യുന്നത്. പലരോട് ചോദിക്കാണ്, ഡോക്ടർ നിങ്ങൾ അത് വടക്കഞ്ചേരിയൊക്കെ പറയുന്നതാണ്, ഈ ഡോക്ടർമാർ നമ്മളെ കൊണ്ട് പറയിക്കാറുള്ളൂ, അവരെ കുട്ടിയൊക്കെ വാക്സിൻ എടുക്കാറില്ല. ഏത് കുട്ടി, ഞാൻ പറയുന്നത് നിങ്ങൾ ഏത് കുട്ടിക്ക് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എൻ്റെ കുട്ടിയുടെ വാക്സിനേഷൻ കാർഡ് കാണിച്ചു തരാം. ഞാൻ എൻ്റെ കുട്ടികളെ ഈ വാക്സിൻ്റെ കാര്യം എപ്പോഴും, ഞാനും ഭാര്യയൊക്കെ വാക്സിൻ്റെ കാര്യം MR വാക്സിൻ സമയത്ത് ഒരുപാട് സംസാരിക്കൊണ്ടിരിക്കും. അവർ ഇങ്ങോട്ട് ചോദിക്കും, എനിക്ക് ഇടത്തെ വാക്സിൻ എടുക്കാറായില്ലേ എന്ന് ഇങ്ങോട്ട് ചോദിക്കുന്നൊരു സ്ഥിതിയാണുള്ളത്. പിന്നെ നമ്മൾ കോമണായി ചോദിക്കുന്ന കാര്യം, ബഹുരാഷ്ട്ര കമ്പനികൾക്ക് ലാഭം കൊയ്യാനല്ലേ നിങ്ങൾ ഈ വാക്സിൻ എല്ലാം അഡ്വൈസ് ചെയ്യുന്നത്? അതിനു മുമ്പ് ആദ്യം ആലോചിക്കാം. ഇപ്പോൾ സിമ്പിൾ ഡിഫ്തീരിയ ആണെന്നിരിക്കുക, ഡിഫ്തീരിയ വാക്സിൻ്റെ വില 15 രൂപ. ഡിഫ്തീരിയ ബാധിച്ചാൽ അതിന് കൊടുക്കുന്ന ആൻറ്റിസൊറത്തിന് ഏകദേശം 10,000 മുതൽ 20,000 രൂപ വരും. അപ്പോൾ ഏതാണ് ലാഭകരം? മരുന്ന് കമ്പനിക്കാർക്ക് ഏതാണ് ലാഭകരം? വാക്സിന് 15 രൂപ കിട്ടുന്നതാണോ, അസുഖം വന്ന് 10,000 രൂപ കിട്ടുന്നതാണോ? ഏതാണ് വാക്സിൻ കമ്പനിക്കാർക്ക് ലാഭകരം എന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക. കുത്തിവയ്പ്പുകൾ എടുത്താലും രോഗം വരില്ലേ? തീർച്ചയായിട്ടും കുത്തിവയ്പ്പുകൾ 100% പ്രൊട്ടക്ഷൻ നൽകുമെന്ന് നാം പറയുന്നില്ല. കുത്തിവയ്പ്പ് എടുത്താലും രോഗം വരാം. പക്ഷേ രോഗമുണ്ടായാൽ അതിൻ്റെ തീവ്രത, രോഗത്തിൻ്റെ കോംപ്ലിക്കേഷൻസ്, കാരണം അവരുടെ ശരീരത്തിൽ പ്രതിരോധ ശക്തി ഉണ്ട്. പൂർണ്ണമായ പ്രതിരോധ ശക്തി ആർജിച്ചാൽ മാത്രമേ രോഗം വരാതിരിക്കൂ. ഭാഗികമായിട്ടുള്ള പ്രതിരോധ ശക്തി ആണെങ്കിൽ രോഗം ഭാഗികമായിട്ട് നമുക്കുണ്ടാകും, പക്ഷെ അതിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക്, അതിൻ്റെ ഗുരുതരാവസ്ഥയിലേക്ക് പോകാതിരിക്കും. പിന്നെ ഒരു വളരെ ഇതായിട്ട് കേട്ടതാണ്, കുത്തിവയ്പ്പ് ഓട്ടിസം ഉണ്ടാക്കുമോ? പിന്നെ കുത്തിവയ്പ്പ് ഓട്ടിസം ഉണ്ടാക്കുന്നു. നമ്മളൊരു മെഡിക്കൽ ഒരു മാഗസിനിൽ തന്നെ വന്നതാണ്. ഈ വ്യക്തിയെ പലപ്പോഴും നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല, ആൻഡ്രൂ വേക്ക്ഫീൽഡ്, ഒരു ഡോക്ടറാണ്. ഡോക്ടർ തന്നെ ലേഖനം എഴുതിയതാണ്, MMR വാക്സിൻ കൊടുത്താൽ ഓട്ടിസം ഉണ്ടാകും എന്നുള്ള ഒരു ലേഖനം വരികയും അത് വൻ വിവാദങ്ങൾക്ക് വഴിതെളിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് പത്രപ്രവർത്തകനായ ബ്രയൻ ഡീർ, ഇദ്ദേഹം നടത്തിയ ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഈ ഡോക്ടർ നടത്തിയ ഒരു കള്ളത്തരത്തിൻ്റെ മുകളിലാണ് ഇത്ര റിപ്പോർട്ട് ഉണ്ടാക്കുന്നത് കണ്ടുപിടിക്കുകയും ഇതേ തുടർന്ന് ഈ ലേഖനം പിൻവലിക്കുകയും ഇദ്ദേഹത്തെ മെഡിക്കൽ രംഗത്ത് നിന്ന് പുറത്താക്കുകയും ചെയ്തു. പക്ഷേ ഈ ഒരു പ്രചരണത്തിന് ഒരുപാട് ഇന്നും, പക്ഷേ മെഡിക്കൽ രംഗത്ത് തള്ളിക്കളഞ്ഞെങ്കിൽ പോലും ഇന്ന് വാക്സിൻ വിരുദ്ധർ ഇന്ന് ഈ വാദം പൊക്കിക്കൊണ്ട് നടക്കുകയാണ്. ജപ്പാനിൽ ഇതേ തുടർന്ന് ഈ വാക്സിൻ പിൻവലിക്കുകയുണ്ടായി. പക്ഷേ അവർ വാക്സിൻ നിർത്തിയ ശേഷം പഠനങ്ങൾ നടത്തിയതിൽ നിന്നും ഈ രോഗം ഓട്ടിസമായി ബന്ധമില്ല എന്ന് കാണുകയും ഈ വാക്സിൻ തിരികെ കൊണ്ടുവരികയും ചെയ്തു. ജനസംഖ്യ കുറയ്ക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടല്ലേ വാക്സിൻ? നമ്മളെപ്പോഴും ചോദിക്കുന്നതാണ്. അത് മനസ്സിലാക്കുകയാണെങ്കിൽ 1950 നമ്മളെ ജനസംഖ്യ 79 കോടിയായിരുന്നു. ലോക ജനസംഖ്യ 1750 തെറ്റിപ്പോയി. 1750 79 കോടിയായിരുന്നു.
1900 ആയപ്പോൾ നമ്മൾ 165 കോടി, 1950 ആയപ്പോൾ 252 കോടി, 99 ആയപ്പോൾ 6000 കോടി, 2008 ആയപ്പോൾ അത് 670 കോടി, 2012 ആയപ്പോൾ നമ്മളെ ലോക ജനസംഖ്യ 705 കോടി. നിങ്ങളൊന്ന് ആലോചിക്കുക, വാക്സിൻ വന്ന ശേഷമാണ്, വാക്സിൻ ഇല്ലാത്ത സമയത്താണോ ജനസംഖ്യ കൂടിയിട്ടുള്ളത്? പണ്ട് കാലത്തൊക്കെയാണ് എന്ത് വലിയ ജനസംഖ്യ. ഇപ്പം വാക്സിൻ ഇഫക്റ്റീവ് ആണെങ്കിൽ ഇത്രയും ജനങ്ങൾ വാക്സിൻ എടുക്കുമ്പോൾ ജനസംഖ്യ കുറയല്ലേ വേണ്ടത്? കുറയാൽ ഇത്രയും ഭീകരമായ വർധനവ് ഉണ്ടാകാൻ പാടില്ലല്ലോ. പക്ഷെ അതല്ല സംഭവിച്ചിട്ടുള്ളത്. അതിന് പ്രധാന കാരണം ശിശുമരണ നിരക്കിലുണ്ടായ കുറവാണ്. കാരണം നമ്മളൊക്കെ 1947 1000 കുട്ടികൾ ജനിക്കുമ്പോൾ 135 കുട്ടികൾ മരിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് ഇന്ത്യയിൽ 1000 കുട്ടികൾ ജനിക്കുമ്പോൾ വെറും 37 കുട്ടികൾ മാത്രമേ മരിക്കുന്നുള്ളൂ. കേരളത്തിലാണെങ്കിൽ അത് അതിലും കുറവാണ്, വെറും 6 കുട്ടികൾ മാത്രമേ മരിക്കുന്നുള്ളൂ. അതായത് ഇവിടെ മറ്റ് ചികിത്സാ രീതികൾ വ്യാപകമായിരുന്ന കാലത്ത് ഉണ്ടായിരുന്നേക്കാൾ ആധുനിക വൈദ്യശാസ്ത്രം എന്ന് ശക്തി പ്രാപിച്ചോ, എന്ന് നമ്മുടെ ചികിത്സയും ഈ പ്രതിരോധ കുത്തിവയ്പ്പുകളും ശക്തമായോ, അപ്പോഴാണ് ഈ മരണനിരക്ക് കുറയുകയുണ്ടായത്. പിന്നെ ഒരുപാട് ഒരു 5 മിനിറ്റും കൂടിയുള്ളൂ. വാക്സിനുകളിൽ മെർക്കുറി അടങ്ങിയിട്ട് ഫീനോൾ, നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. പിന്നെ വടക്കഞ്ചേരിയൊക്കെ പറയുന്നതാണ് ശവശരീരം ഇട്ടുവെക്കുന്ന ഫീനോൾ ആണ് നമ്മൾ വാക്സിനിൽ ഉപയോഗിക്കുന്നത് തുടങ്ങിയ വാദങ്ങൾ. കാരണം ഈ വാക്സിൻ ഞാനിപ്പം മാതാപിതാക്കളായി സംസാരിക്കുമ്പം ഒരു മാതാപിതാക്കളും അവരെ കുട്ടിക്ക് നല്ലത് വരണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് വാക്സിൻ കൊടുക്കാതിരിക്കുന്നത്. നല്ല വരണം എന്ന് വെച്ചാൽ അവർ വാക്സിൻ വിരുദ്ധരുടെ കെണിയിൽ വീണത് കൊണ്ട് തന്നെയാണ്. പക്ഷെ അതിനവർ ഉപയോഗിക്കുന്ന വാദഗതികൾ പലപ്പോഴും തരം താന്ന വാദഗതികളാണ്. ഇതിൽ വാക്സിനിൽ ഫീനോൾ അടങ്ങിയിരിക്കുന്നു. ഫീനോൾ എന്നാൽ എന്താ സാധനം? ശവശരീരം ചെയ്യാതെ ഇട്ടുവെക്കുന്ന ഫീനോളാണ് ഉപയോഗിച്ചിട്ടാണ് വാക്സിൻ ഉണ്ടാക്കുന്നതെന്നൊക്കെയാണ്. പക്ഷേ ഫീനോൾ എന്ന ഒരു രാസവസ്തുവാണ്. അത് പല ആവശ്യത്തിന് ഉപയോഗിക്കാം. അത് ശവശരീരം ചെയ്യാതെ ഇടാം. അതിന് ചെറിയൊരളവിൽ ശരീരത്തിന് പിന്നെ ആ ഫീനോൾ അല്ല എടുത്തതിന് ഉപയോഗിക്കുന്നത്. ഇത് ഫീനോൾ എന്നുള്ള രാസവസ്തു ഇതിൽ ഉപയോഗിക്കാം. അത് തുലവും വളരെ കുറവായ ഒരു അളവിലേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന സാധാരണ ഒരു വാഴപ്പഴമുണ്ട്, നമ്മളൊരു ബനാന, അതിൽ പോലും ഈ വാക്സിൻ ഉള്ളതിനേക്കാളും കൂടുതൽ ഫിനോൾ അടങ്ങിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ സത്യം. അതുകൊണ്ട് വാക്സിനേഷൻ, ഞാൻ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വാക്സിനേഷനുകൾക്കുള്ള ഒരുപാട് കപട ചികിത്സകളും കപടവാദങ്ങളുണ്ട്. ഇതിനെതിരെ ഞങ്ങൾ കുറച്ച് ഡോക്ടർമാരോ ആരോഗ്യ പ്രവർത്തകരോ മാത്രം ശബ്ദമുയർത്തിയാൽ പോരാ. നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികൾ, നിങ്ങളുടെ പരിചയത്തിലുള്ള കുട്ടികൾ, അവരുടെ ഭയം അകറ്റി അവരുടെ വിശ്വാസം വീണ്ടെടുത്ത് ആരോഗ്യം വീണ്ടെടുക്കുക എന്നതിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും ഒരു കടമയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിലേക്ക് നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ 5 മിനിറ്റ് കൂടി ഉണ്ട്, അതിൽ ഞാൻ ക്ലിയർ ചെയ്തു തരാം. പലപ്പോഴും ഞാൻ നേരിടുന്നൊരു ചോദ്യമാണ്, നിങ്ങൾ ഈ ഹോമിയോ ആയുർവേദം അതിനെല്ലാം ഭയങ്കര ചീത്ത പറയുന്നുണ്ടല്ലോ. ഇതിൽ സദസ്സിൽ നിന്ന് ആൾക്കാർ പറയും, എനിക്ക് വിട്ടുമാറാത്തൊരു അസുഖം ഉണ്ടായിരുന്നു, എനിക്കത് വിട്ടുമാറാത്ത തലവേദന ഉണ്ടായിരുന്നു, അത് ഞാൻ ഹോമിയോ ചികിത്സ എടുത്തപ്പോൾ മാറി, പിന്നെ നിങ്ങളെങ്ങനെയാണ് അതിൻ്റെ ചികിത്സ ഇതിൽ ശരിയല്ല എന്ന് പറയുന്നത്? ഞാൻ പറയുന്നത് അനുഭവമല്ല ശാസ്ത്രം. അനുഭവവും ശാസ്ത്രവും രണ്ടും രണ്ടാണ്. ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പൂച്ച കുറുകെ ചാടി അന്ന് അയാൾ പോയി അയാളെ കാര്യം നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അത് അയാളുടെ അനുഭവമാണ്. അത് ശാസ്ത്രമാണെങ്കിൽ അത് ആകണമെങ്കിൽ അത് മാത്രം പോരാ. നമ്മൾ ചില പഠനങ്ങൾ നടത്തണം. ഒരു മരുന്ന് കൊടുക്കുന്നു, ഒരു അസുഖം മാറുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ കൃത്യമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് പറയാൻ പാടുള്ളൂ. ഇപ്പോൾ ഷിമോഗയിൽ പിന്നെ ക്യാൻസറിന് പച്ചമരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, കേട്ടു. അത് പരസ്യം ചെയ്ത് വരുന്നവർക്ക് മരുന്ന് കൊടുത്തിട്ടല്ല തെളിയിക്കേണ്ടത്. കൃത്യമായ പഠനം നടത്താം. എന്ത് ക്യാൻസറിനാണ് കൊടുക്കുന്നത്, ആ ക്യാൻസർ ഉള്ളവർ 500 രോഗികളെടുക്കുക, പിന്നെ ഈ മരുന്ന് കൊടുക്കുക, സാധാരണ അല്ലാതെ കൊടുക്കുന്ന ചികിത്സ കൊടുക്കുക, ആരിലാണ് രോഗം വ്യത്യാസം വരുന്നുള്ളത് കൃത്യമായ പഠനങ്ങൾക്ക് വിധേയമാക്കിയിട്ട് നമുക്കത് ഉപയോഗിക്കാം. അല്ലാതെ പരസ്യങ്ങൾ ഈ കപട ചികിത്സകരോ അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ചികിത്സകരൊന്നും പഠനങ്ങൾക്ക് അവർ സമ്മതിച്ചു കൊടുക്കില്ല. 2000 വർഷം മുമ്പ് എഴുതിയ ഞങ്ങളെ പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മതം പറയുന്നത് അതേ ന്യായമാണ്. അത് റാഷണലൈസ് അല്ല, റാഷണലായിട്ടുള്ള കാര്യമല്ല പറയാം. പണ്ട് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് സത്യമാണ്. അത് പരീക്ഷണം ഒന്നുമില്ല. ശാസ്ത്രം എന്ന് വെച്ചാൽ എവിടെ എപ്പോൾ പരീക്ഷിച്ചാലും, ഇപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാൽ ജലം ഉണ്ടാവും നമ്മൾ പറഞ്ഞാൽ അത് പരീക്ഷിച്ചാൽ അത് അങ്ങനെ റിസൾട്ട് കിട്ടുകയും വേണം. അത് ഇന്ത്യയിൽ ചെയ്താലും അമേരിക്കയിൽ ചെയ്താലും അതേ റിസൾട്ട് കിട്ടണം. അല്ലാതെ ഒരു വ്യക്തിക്ക് ഒരു അനുഭവം ഉണ്ടായി എന്നുള്ളത് നമ്മൾ അതിനൊരു എക്സ്ക്യൂസ് അല്ല. അക്യൂപഞ്ചറിനെ കുറിച്ച് പറയാമെന്നുള്ളത് എന്നുള്ള ചോദ്യമാണ്.
അക്യൂപഞ്ചർ നമ്മൾക്കിപ്പോൾ ഒരു അക്യൂപഞ്ചറും അതുപോലെ തന്നെ ഇപ്പം നമ്മളിങ്ങനെ വെച്ചാൽ ഓരോ പുതിയ ചികിത്സാ രീതികളുണ്ട്. ഫ്ലക്സ് അടിച്ചിട്ടാണ് വെക്കാറ്. അപ്പോൾ ആദ്യം തന്നെ പാരമ്പര്യ, കളരി, മർമ്മ ചികിത്സ എന്നൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതിൻ്റെ പുറമെ ഫ്ലക്സിൽ ഒരു ചെറിയ കഷ്ണങ്ങൾ ഒട്ടിച്ചു വെക്കും, അക്യൂപഞ്ചർ. അതും കഴിഞ്ഞിപ്പോൾ ഫ്ലക്സിൽ ഒരു പുതിയ ഫ്ലക്സും കൂടെ അടിച്ച് ഒട്ടിക്കുന്നുണ്ട്, ഹിജാമ. പുതിയ 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 ചികിത്സകളാണ്. ഞാൻ പറയുന്നത് ഇതൊന്നും ശാസ്ത്രീയ ചികിത്സയല്ല. ശാസ്ത്രീയ ചികിത്സ എന്ന് പറഞ്ഞാൽ നമ്മൾ ആധുനിക വൈദ്യശാസ്ത്രം വരുന്നതിന് മുമ്പ് ഈ ഒരു ചികിത്സ എന്ന് പറയുന്നത് പെട്ടെന്നൊരു ദിവസം തുടങ്ങിയതല്ല. ആധുനിക ചികിത്സ ഈ നാട്ടിൽ വരുന്നതിന് മുമ്പ് ഈ നമ്മളെ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് നമ്മൾ ആധുനിക ചികിത്സ വരുന്നതിന് മുമ്പ് ഓരോ രാജ്യങ്ങളിലും ഓരോ തരത്തിലുള്ള ചികിത്സാ രീതികളുണ്ടായിരുന്നു. ഇന്ത്യയിലുണ്ടായിരുന്നു, നമ്മൾ ആയുർവേദം ഒരു പഴയ ചികിത്സാ രീതിയാണ്. അത് ചൈനയിലുണ്ടായിരുന്നു, അറേബ്യയിലുണ്ടായിരുന്നു, ജപ്പാനിലുണ്ടാവും. എല്ലാ രാജ്യങ്ങളിലും അന്നത്തെ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓരോ തരത്തിലുള്ള ചികിത്സകളുണ്ടായിരുന്നു. അതൊന്നും തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. അല്ലാതെ മോഡേൺ മെഡിസിൻ കണ്ടുപിടിക്കട്ടെ, അതുവരെ നിങ്ങൾ ഒരു രോഗത്തിനും ചികിത്സിക്കേണ്ടെന്നല്ല പറയുന്നത്. ഓരോ സമയങ്ങളിലും അന്ന് ശരിയെന്ന് തോന്നുന്ന ചികിത്സകളുണ്ടായിരുന്നു. പക്ഷേ കാലം കഴിഞ്ഞോടുകൂടി ആധുനിക ചികിത്സ വന്നതോടുകൂടി, ആധുനിക ചികിത്സ വെച്ചാൽ ശാസ്ത്ര ബേസ്ഡ് ഓൺ സയൻസിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചികിത്സ വന്നതോടുകൂടി ഈ ചികിത്സകളെല്ലാം അതാത് രാജ്യങ്ങൾ പോലും പുറന്തള്ളിക്കഴിഞ്ഞു. ഇന്നിപ്പോൾ ഹോമിയോ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ ജർമ്മനിയിൽ പോലും ഹോമിയോക്കാർക്ക് പോയി പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അവർ പോലും തള്ളിക്കളഞ്ഞ സാധനമാണ്. പക്ഷേ നമ്മൾക്കിവിടെ എന്താണോ പഴയത്, ചില കാര്യങ്ങളിൽ മാത്രം. നമ്മൾ മൊബൈൽ വാങ്ങുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വേണം, വണ്ടി വാങ്ങുമ്പോൾ അത് പിന്നെ ABS വേണം, പിന്നെ എല്ലാം വേണം, ഏറ്റവും GPS വേണം, എല്ലാ സാധനം. എനിക്ക് ഏറ്റവും ലേറ്റസ്റ്റ് വണ്ടി വേണം. പക്ഷേ വിശ്വാസങ്ങൾ വരുമ്പോൾ മാത്രം ഏറ്റവും പഴയത് മാത്രം മതി. അതിൻ്റെ ബേസിലാണ് കാലഹരണപ്പെട്ട പണ്ട് കാലത്ത് ശ്രമിച്ചിരുന്ന ചികിത്സകളാണ്. ഇപ്പോൾ സാമുവൽ ഹനിമാൻ, ഹോമിയോ കണ്ടുപിടിച്ച ഹനിമാൻ ആർക്കും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ആധുനിക വൈദ്യശാസ്ത്രം ഇല്ലാതിരുന്നൊരു കാലത്ത്, പണ്ട് കാലത്ത് നമ്മൾ ഹിസ്റ്ററി ഓഫ് മെഡിസിൻ വായിച്ചു കഴിഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്. അന്ന് പിന്നെ ഒരു ഏറ്റവും കഴിവുള്ള സർജൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്പീഡുള്ള സർജനാണ്. എന്താ സർജൻ ഏറ്റവും സ്പീഡുള്ള സർജൻ എന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, അന്ന് അനസ്തീഷ്യ ഇല്ല, മരുന്നുകളൊന്നുമില്ല. ഒരാളെ കാല് മുറിക്കണം എന്ന് വെച്ചാൽ നമ്മൾ മരം മുറിക്കുന്ന പോലെ ഈർച്ചവാൾ വെച്ച് മുറിക്കുക ചെയ്യുക. അപ്പോൾ അത് എത്ര വേഗം ചെയ്യാൻ പറ്റുന്ന ആളാണോ അയാളാണ് ഏറ്റവും വലിയ സർജൻ. സർജൻ്റെ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല തടിയന്മാർ, കാല് പിടിച്ചു വെക്കാൻ പറ്റുന്ന ആൾക്കാർ. ആ ഒരു കാലഘട്ടത്തിൽ അത്രയും പ്രാകൃതവും ക്രൂരവുമായിരുന്ന ഒരു ചികിത്സാ സമ്പ്രദായം നിന്നിരുന്ന ഒരു കാലത്താണ് ഹനിമാൻ മറ്റൊരു ചികിത്സാ രൂപം കൊണ്ടുവന്നത്. അദ്ദേഹം ഒരു മനുഷ്യസ്നേഹിയായിരുന്നിരിക്കും. പക്ഷേ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി ആധുനിക വൈദ്യശാസ്ത്രം പുരോഗമിച്ചപ്പോൾ ഈ കാര്യങ്ങൾ അശാസ്ത്രീയമായി മാറി. വീണ്ടും അതാണ് ശാസ്ത്രീയമെന്ന് പറഞ്ഞു നിൽക്കുന്ന കാര്യമില്ല. പെട്ടെന്ന്. അതുകൊണ്ട് ഇതൊന്നും ശാസ്ത്രത്തിൽ അടിസ്ഥാനമായിട്ടുള്ള ചികിത്സയല്ല അക്യൂപഞ്ചർ. ഒരുപാട് ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. MMR എന്തുകൊണ്ട് MRI? MMR ആയിട്ടില്ല. MMR തന്നെയാണ്. MMR ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. മറിച്ച് മാറിയത് 10ാം മാസത്തിൽ നമ്മൾ മീസിൽസ് എന്നുള്ളൊരു കുത്തിവയ്പ്പ് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് MRI ആണ് ചെയ്തത്. 10ാം മാസം നമ്മൾ മീസിൽസും 15ാം മാസം നമ്മൾ MMR കൊണ്ട് കൊടുത്തിരുന്നത്. ഈ 10ാം മാസം കൊടുത്തിരുന്ന മീസിൽസാണ് MR ആയത്. 15ാം മാസം കൊടുക്കുന്ന MMR ഇപ്പോഴും അതുപോലെ തന്നെ അവിടെ ഉണ്ട്. അത് MMR കുറയല്ല ചെയ്തത്, ഈ താഴെ വരുന്ന മീസിൽസ് MRI മാറുകയാണ് ചെയ്തത്. കൂടുതൽ പ്രൊട്ടക്ഷൻ എന്നുള്ള ഉദ്ദേശത്തോടെയാണ് അത് കൊടുത്തത്. വാക്സിനുകൾ നിർജ്ജീവ രോഗമാണ്, പ്രതികൂലമായി ബാധിക്കാറുണ്ടോ? വാക്സിൻ എടുക്കുമ്പോൾ രോഗം സാധ്യതയുണ്ടോ? നല്ലൊരു ചോദ്യമാണ്. പിന്നെ ഇന്ത്യയിൽ പോളിയോ ഇല്ലെങ്കിൽ പോളിയോ വാക്സിൻ, ഇന്ത്യയിൽ പോളിയോ ഇല്ലെങ്കിൽ പോളിയോ വാക്സിൻ നിർത്തില്ല എന്ന് ചോദിക്കുന്നതിൻ്റെ ഉത്തരം പറയേണ്ടത് ആസ്ട്രേലിയയാണ്. ആസ്ട്രേലിയയിൽ 20 വർഷം പോളിയോ ഇല്ലായിരുന്ന ശേഷം അവിടെ പോളിയോ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അത് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ, പാകിസ്ഥാനിൽ നിന്ന് ഒരു സ്റ്റുഡൻ്റായിട്ട് വന്ന ഒരു പയ്യൻ വിദ്യാർത്ഥിയായിട്ട് ആസ്ട്രേലിയയിൽ ലാൻഡ് ചെയ്തു. 20 വർഷത്തിന് ശേഷം അവിടെ പോളിയോ റിപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് ലോകം പോളിയോ വിമുക്തമാണെങ്കിൽ നമുക്ക് പോളിയോ നിർത്തുന്നതിനെ പറ്റി ആലോചിക്കാം. കാരണം നമ്മളെ പറമ്പുകളും അതിരൊക്കെ മനുഷ്യന് മാത്രമേ ഉള്ളൂ. നമ്മൾ പറക്കുന്ന കാക്കയ്ക്ക് ഇത് എനിക്കറിയാം, ഇത് എൻ്റെ പറമ്പാണ്, എൻ്റെ അതിരിൻ്റെ അപ്പുറം അന്യൻ്റെ കാലിങ്ങോട്ട് വരരുത് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ പട്ടിക്കും പൂച്ചയ്ക്കും മൃഗങ്ങൾക്കും അങ്ങനെ ഇല്ല. അതുപോലെ തന്നെ ഈ രോഗാണുവിനും അതില്ല. അവരും ഈ ബോർഡേഴ്സ് മനുഷ്യൻ മാത്രം ഉണ്ടാക്കിയ ബോർഡേഴ്സാണ്. ഏത് രോഗത്തുനിന്ന് ഏത് രാജ്യത്തുനിന്ന് ഇങ്ങോട്ട് വേണമെങ്കിലും ഈ രോഗങ്ങൾ പടരാം. അതുകൊണ്ട് ലോകവ്യാപകമായി ഈ രോഗം ഇല്ലാതായാൽ നമുക്ക് നിർത്തുന്നതിനെ പറ്റി ആലോചിക്കാം. രണ്ടാമതായിട്ട് ഈ നിർജ്ജീവ രോഗാണു, ഈ രോഗാണുക്കൾക്ക് രോഗം ഉണ്ടാക്കാനുള്ള കഴിവില്ല, പക്ഷേ രോഗപ്രതിരോധ ശക്തി ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെയുള്ള സേഫ് ആയിട്ടുള്ള വാക്സിൻ മാത്രമാണ് നമ്മൾ തരുന്നത്. അല്ലാതെ രോഗം ഈ വാക്സിൻ, കാരണം ഇത് എത്രയോ വർഷങ്ങളായിട്ട്
അതുകൊണ്ട് പിന്നെ രോഗം വരാനുള്ള സാധ്യതയില്ല. ഹോമിയോ ചികിത്സയിൽ ഇപ്പോൾ വാക്സിൻ ഉണ്ടല്ലോ. എനിക്ക് ഹോമിയോ ഞാൻ പഠിച്ചില്ല, പക്ഷേ ഹോമിയോ എനിക്ക് കണ്ടെടുത്തോളം ഹോമിയോ ചികിത്സയിലെല്ലാം പറഞ്ഞിട്ടുള്ളത് വാക്സിൻ എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. പക്ഷേ ഹോമിയോ ചികിത്സ വ്യാപകമായിരുന്ന കാലത്ത് എത്ര പേര് ഈ രോഗങ്ങളൊക്കെ എങ്ങനെ നിയന്ത്രിച്ചു എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഡിഫ്തീരിയയുടെ മലയാളം എന്താണ്? തൊണ്ടമുള്ള് എന്നാണ് ഡിഫ്തീരിയയുടെ മലയാളം. മുള്ള് എന്ന് പറയുന്നത് തൊണ്ടയിലാത്തൊരു മുള്ള് പോലെ തന്നെ വെള്ള നിറത്തിലൊരു പാട ഉണ്ടാവുകയും ഈ പാട ഭക്ഷണം ഇറക്കുന്നതിനെയും പിന്നീട് കുറച്ചുകൂടി വികസിക്കുമ്പോൾ ശ്വാസം എടുക്കുന്നതിനെ വരെ തടസ്സം ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ രോഗം ഇതാകും. വന്ധ്യതാ പരിപാടി നടക്കാൻ സീതായനം എന്ന് പറഞ്ഞുകൊണ്ട് ഹോമിയോ ചികിത്സ നടത്തുന്നുണ്ട്. ഇത് എത്ര ശാസ്ത്രീയമാണ്? ഞാനിപ്പോൾ അത് ഹോമിയോ ചികിത്സ ഞാനൊരു പഠിക്കാത്തൊരു ശാസ്ത്രത്തെ പറ്റി ഞാനത് എത്രത്തോളം ഫലപ്രദമാണെന്ന് എനിക്ക് ശാസ്ത്രീയമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ആധുനിക വൈദ്യശാസ്ത്രം നടക്കുന്ന പോലുള്ള പഠനങ്ങളും മറ്റ് ശാസ്ത്ര ശാഖകൾ നടക്കുന്നില്ല. ശരിക്കും അവർ നടത്തുകയാണ് വേണ്ടത്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച കാര്യം അതുപോലെ ശരിയാണെന്ന് പറയുകയല്ലേ ചെയ്യുക. കാരണം നമുക്കറിയാം എല്ലാ കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്, സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു 200 വർഷം മുമ്പ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് സന്ദേശം അയക്കണമെങ്കിൽ നമ്മൾ കുതിരവണ്ടി കൊടുത്തുവിടും, അല്ലെങ്കിൽ കുതിരപ്പുറത്ത് സന്ദേശം അയച്ച് കൊടുത്തുവിടും. ഒരു 20 വർഷം മുമ്പാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 25 വർഷം മുമ്പാണെങ്കിൽ നമ്മൾ വിവരം അറിയിക്കണം, നമ്മൾ കത്തെഴുതി പോസ്റ്റ് ബോക്സിലിടും. ഒരു 10 വർഷം മുമ്പാണെങ്കിൽ നമ്മൾ ടെലിഫോൺ എടുത്തിട്ട് ഫോൺ ചെയ്യും. ഇപ്പോഴാണ് നമ്മൾ മൊബൈൽ എടുത്തിട്ട് സന്ദേശം അയക്കും. ശാസ്ത്രം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പുരോഗമനത്തോട് അതേപോലെ ശാസ്ത്രത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളോട് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒന്നും ശാസ്ത്രീയമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ വന്ധ്യതാ പരിപാടി, വന്ധ്യതയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏത് ചികിത്സ എടുത്താലും ഇല്ലെങ്കിലും ചെറിയൊരു ശതമാനം വിജയസാധ്യത ഉണ്ട്. പച്ചവെള്ളം കുടിക്കരുത്, തിളപ്പിച്ചാറിച്ച വെള്ളം മാത്രം കുടിക്കുക നിർദ്ദേശം കേരളത്തിൽ മാത്രമെന്ന് വിഷയമില്ല. അങ്ങനെയല്ല. പച്ചവെള്ളം എന്ന് വെച്ചാൽ പണ്ടത്തെ കാലം പോലെയല്ല. ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ എത്രത്തോളം, കാരണം ഞാൻ പറയാച്ചാൽ ഈ ഞങ്ങൾ അടുത്ത കാലത്ത് നമ്മൾ മെഡിക്കൽ കോളേജ്, ഞാനിപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുള്ള ഒരുപാട് ഹോട്ടലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഹോട്ടലുകളിൽ ഒരു പരിശോധന നടത്തി, ആരോഗ്യവകുപ്പ് പരിശോധന നടത്തിയപ്പം ഇതിൽ വളരെ നല്ല സൗകര്യമുള്ള വളരെ ഭംഗിയുള്ള ഹോട്ടലുകളാണ്, മാർബിൾ തറകളാണ്, നല്ല വൃത്തിയാണ്, എല്ലാമാണ്. പക്ഷേ ഇവിടുത്തെ വെള്ളത്തിൻ്റെ സാമ്പിൾ എടുത്ത് പരിശോധിച്ചപ്പോൾ ഇതിലടങ്ങിയ കോളിഫോം ബാക്ടീരിയ കൗണ്ട്, എവിടുന്ന ഈ കോളിഫോം ബാക്ടീരിയ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെഷീൻ അളക്കാൻ പറ്റുന്ന മാക്സിമമാണ് അതിൻ്റെ കൗണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് അളക്കാൻ ഈ മെഷീന് കഴിവില്ല. എവിടുന്ന ഈ കോളിഫോം ബാക്ടീരിയ എവിടെ താമസിക്കുന്നതെന്നറിയോ? മനുഷ്യൻ്റെ വൻകുടലിനകത്ത് സ്ഥിരതാമസമാക്കിയ ഒരു അണുവാണ്. രോഗാണു ഞാൻ പറയില്ല, നോർമലായിട്ടുള്ളൊരു ഫ്ലോറയാണ്. ഈ മനുഷ്യൻ്റെ വൻകുടലിൽ താമസമാക്കിയ ഒരു രോഗാണു നമ്മുടെ കുടിക്കുന്ന വെള്ളത്തിൽ കണ്ടാൽ അതിൻ്റെ അർത്ഥം അത് എവിടെ നിന്ന് വന്നതായിരിക്കാം? ഒന്നുമില്ല, സെപ്റ്റിക് ടാങ്കിൽ നിന്നുള്ള ലീക്കേജാണ്. അതാണ് അതിൻ്റെ സത്യം. കാരണം മിക്കവാറും ഹോട്ടലുകളെല്ലാം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹോട്ടലുകളിൽ നിന്നെല്ലാം മിക്കവാറും കല്യാണ പരിപാടികളൊക്കെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, നമുക്ക് കിട്ടുന്ന വെള്ളത്തിന് ചെറിയ ചൂടുണ്ടാവും, നല്ലപോലെ വെള്ളം അങ്ങോട്ട് തിളപ്പിക്കും, കുറേ പച്ചവെള്ളം എടുക്കും, അതിലേക്ക് ഈ ചൂടുവെള്ളം അങ്ങോട്ട് ഒഴിക്കും, വെള്ളത്തിന് ചെറിയൊരു ചൂട്. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിൽ നമുക്ക് കുടിക്കുന്ന വെള്ളത്തിൽ ശുദ്ധജലമാണ് എന്ന് ഉറപ്പില്ലാത്തൊരു കാലം തിളപ്പിച്ചാറിച്ച വെള്ളം മാത്രം കുടിക്കുക. ആരും പറഞ്ഞ് വെള്ളം തിളപ്പിച്ചാൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് മാറും, ഒന്നുമില്ല. നമ്മളൊരു സാഹചര്യത്തിൽ വെള്ളം തിളപ്പിച്ചാറിച്ച വെള്ളം തന്നെ കുടിക്കാൻ പാടുള്ളൂ. മിനറൽ വാട്ടർ പോലും നമുക്ക് പറയാൻ പറ്റില്ല, അതിൽ വരെ കലർപ്പുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. റീസെൻ്റ്ലി ഇത് കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ആലുവയിൽ കുറച്ച് നാൾ മുമ്പുള്ളതാണ്. അങ്ങനത്തെ പ്രമുഖരുടെ വാർത്തകളൊന്നും ഒരിക്കലും വരില്ല പത്രത്തിൽ. ഒരു വാട്ടർ ഫിൽട്രേഷൻ പ്ലാന്റ് കണ്ടുപിടിച്ച് നോക്കിയപ്പം അവിടെ വലിയ കിണറുകളൊക്കെ കുഴിച്ചിട്ടുണ്ട്, ഫിൽട്രേഷനൊക്കെ നടക്കുന്ന എല്ലാ മെക്കാനിസം ഉണ്ട്. പക്ഷേ ഈ അവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ പെരിയാറിൽ നിന്നും, ഈ പെരിയാറിനടുത്താണ് അണ്ടർഗ്രൗണ്ട് കുഴലിട്ടിട്ടുണ്ട്. ഈ പെരിയാറിലെ വെള്ളം നേരെ കൊണ്ടുവന്നിട്ട് ഈ കിണറിനകത്തേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഈ കിണറിന് ആ വെള്ളം അടിച്ചിട്ട് ഇത് പ്യൂരിഫൈ ചെയ്യും. പൊടിയും അഴുക്കൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇത് നേരെ എടുത്തിട്ട്, ഈ മെഷീനൊന്നും വർക്ക് ചെയ്യില്ല, ഇതിനകത്തൂടെ നേരെ എടുത്തിട്ട് കുപ്പിയിൽ നിറച്ചിട്ടാണ് നമുക്ക് തരുന്നത്. നമ്മളാണെങ്കിൽ പൈസ കൊടുത്ത് നല്ല മിനറൽ വാട്ടർ മാത്രമേ ഞാൻ കുടിക്കുമെന്ന് പറഞ്ഞാൽ കുടിക്കും. പക്ഷേ പത്രത്തിലൊന്നും വാർത്ത വന്നില്ല. അങ്ങനത്തെ ഇതിലൊന്നും പത്രക്കാർക്ക് താല്പര്യമില്ലല്ലോ. പൊണ്ടിയ പോളിയോ വാക്സിൻ നിർത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവസാനം ഒരു കാര്യം കൂടി പറയാം. നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ IPV OPV 2 പോളിയോ വാക്സിൻ കൊടുക്കുന്നുണ്ട്. ഇനി വാക്സിൻ കേസ് ഇതൊന്നും ഇല്ലെങ്കിൽ 2019 നമ്മൾ ഓറൽ പോളിയോ വാക്സിൻ നിർത്താൻ തന്നെയാണ് പോകുന്നത്. 2019 ശേഷം IPV മാത്രമേ നമ്മൾ തുടരുകയുള്ളൂ. ലോകവ്യാപകമായി പോളിയോ നിർമ്മാർജ്ജനം ചെയ്താൽ IPV നിർത്താൻ പറ്റുമോ എന്നുള്ള കാര്യം പരിശോധിക്കാവുന്നതാണ്. ഞാൻ കുറച്ച് കൂടുതൽ സമയമെടുത്തു. നിങ്ങളെല്ലാം ആകാംക്ഷയോടെ രബസ് ആസ്വദിക്കാനായി കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. ക്ഷമയോടെ എൻ്റെ ഈ പ്രഭാഷണം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.